പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലവുണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട്
കർത്താവ്, ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി, സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇന്ന് എടുക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 16:15. അവൻ അവരോട് പറഞ്ഞു, ഈ പുനരുദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ചെകുത്താനെ സഭയിൽ പ്രവേശിച്ച ഒരു വാതിലാണത്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചില പ്രൊഫസർമാർ പറയും, ഇത് മർക്കോസിൻ്റെ സുവിശേഷമല്ല, ഇത് ശിഷ്യന്മാരാരാണ്ട് പിന്നീട് 16-ാം അധ്യായം എഴുതി ചേർത്തതാണെന്ന്. അന്ന് അവിടെ വെച്ച് ഈ പ്രൊഫസറുമായിട്ട് വാഗ്വാദം ഉണ്ടാകും. വാഗ്വാദം എന്ന് പറയുന്നത്, എൻ്റെ വിഷയം എന്ന് പറയുന്നത്, സാത്താൻ സഭയിൽ കയറണത് ഇവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം അതിനൊരു വിഷയം എന്ന് വെച്ചാൽ, ഇത് വലിയ പ്രബുദ്ധതയാണ്, ഏറ്റവും അപ്ഡേഷനുള്ള ദൈവശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് സ്വന്തം അംഗത്വം ആഘോഷിക്കാൻ കൊള്ളാമെന്നല്ലാതെ സഭയ്ക്ക് ആ കണ്ടുപിടുത്തം കൊണ്ട്, ആ നരകം പിടിച്ച കണ്ടുപിടുത്തം കൊണ്ട് സഭയ്ക്ക് ഒരു പ്രയോജനമില്ല. എന്താ കാര്യം? ഇവർ ഇതോടുകൂടി സുവിശേഷ വേലയ്ക്ക് എൻ്റെ ഫീസൂരി കളഞ്ഞു. ഇന്ന് നോക്കിയാൽ മതി, ഇന്ന് പല മിഷണറിമാരും പറഞ്ഞത് എന്താണ്, നമ്മൾ മൂല്യങ്ങൾ മാത്രം, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മാത്രം കൈമാറ്റം ചെയ്താൽ മതി, അതാണ് സുവിശേഷം എന്നും പറഞ്ഞ് എന്നാ ചെയ്യും? ക്രിസ്തു പറയാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു മിഷൻ തളരും. മൂല്യം എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും മൂല്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ. നിങ്ങൾക്ക് തോന്നരുത് ക്രിസ്തു ഒരു മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, മൂല്യം തരാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മനുഷ്യൻ ഇവിടെ മനുഷ്യരാശിക്ക് മൂല്യമൊന്നും ഇല്ലാഞ്ഞിട്ടേ, മൂല്യം ആഡ് ചെയ്യാൻ, വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം നടത്തിയതെന്ന് തോന്നിപ്പോകും. അത് എല്ലാം ഒരു ഫ്ലക്ച്വേഷനാണ്, വിശ്വാസത്തിൻ്റെ ഫ്രസ്ട്രേഷനാണ് അതെല്ലാം. കാര്യം ആര് ഫോർമുലേറ്റ് ചെയ്താലും ആദിമസഭയുടെ പ്രോഡക്റ്റല്ലേ ഇത്. എക്സ് ഓർ വൈ, ഇനി മർക്കോസ് അല്ല ശിഷ്യനാണെന്ന് പറഞ്ഞാലും സഭ കൈയേൽപ്പിച്ചു തന്നാണിത്. അപ്പം എന്താണ്? സഭയുടെ വിശ്വാസമാണത്. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ ഇവരാരാ? അതിൻ്റെ വിഷയം എന്ന് പറയണത് അക്കാഡമിക്കായിട്ടല്ല ഈ വിഷയത്തെ കാണുന്നത്. ഇതിൻ്റെ വിഷയം, ഇതിനൊരു അഭിഷേക തലമുണ്ട്. അതാണ് എൻ്റെ ഇന്ധനം എന്ന് പറയുന്നത്. മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, ഏതാണ്ട് മൂല്യം ഇല്ലാതെ വന്നിട്ട്, മനുഷ്യരാശിക്ക് മൂല്യം ഇല്ലാഞ്ഞിട്ട്, മൂല്യം കൊറിയർ ചെയ്യാൻ വേണ്ടി, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു മനുഷ്യാവതാരം ചെയ്താണെന്ന് പറഞ്ഞാൽ ഈശോനെ റെഡ്യൂസ് ചെയ്ത് ചുമ്മാ ഒരു വാല്യൂ ആക്കി കളയും. ഈശോ വാല്യൂ അല്ലല്ലോ, രക്ഷാകരമായ വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. ഞാനൊരു മൂല്യമാണെന്ന് ഈശോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈശോ പറയാത്ത കാര്യം ഈശോയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇവർ കർത്താവിൻ്റെ ദൈവിക പദ്ധതിയുടെ ഫിസൂരണ പിശാചിൻ്റെ പ്രവർത്തനമാണത്. അതിൻ്റെ കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ മണിമേഖല എന്നറിയാം, നിങ്ങൾക്ക് പഴയൊരു പുസ്തകമാണ്, നമ്മുടെ സംഘകാലത്തെ പുസ്തകമാണ്, കർത്താവിൻ്റെ കാലത്ത് ഇവിടെ എഴുതിയ പുസ്തകമാണ്, ചിലപ്പതികാരവും. ഈ രണ്ട് പുസ്തകത്തിലും പറയണ ഒരു രാജാവുണ്ട്. അയാൾ ചോഴ രാജാവ്. അയാൾ കാവേരിപ്പും പട്ടണത്തിൻ്റെ അധികാരിയായിരുന്നു, ചോഴ സാമ്രാജ്യത്തിന്. ഈ മണിമേഖലയിലും അതുപോലെ തന്നെ ചിലപ്പതികാരത്തിലും പറയുന്ന ഈ ചോഴൻ, പൂകാർ പട്ടണത്തിൻ്റെ ചക്രവർത്തി, അയാളുടെ പേരിലുള്ള കഥയാണ്. ഇതൊരു ദ്രാവിഡ കഥയാണ്. അപ്പോൾ അതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കഴുകൻ ഒരു പ്രാവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴേ ഇയാൾ അതിനെ രക്ഷിക്കും. കാര്യം അഹിംസ എന്നുള്ള ഒരു വലിയ സംഭവം ഇന്ത്യയുടെ ഒരു സംഭാവനയാണ് അഹിംസ. അതിവിടെ കൊണ്ടുവന്ന് ജൈനമതക്കാരാണ്. അപ്പോൾ ഈ പൂകാ ചക്രവർത്തിയുടെ കരികാല ചോഴൻ എന്ന് പറയുന്ന ആള്, അല്ല ചോഴല്ല, കരികാല ചോഴനല്ല, ചോഴൻ, പൂകാ ചക്രവർത്തി അദ്ദേഹം ഒരു ജൈനമതക്കാരനാണ്. അപ്പോൾ ഈ പ്രാവിൻ്റെ ജീവൻ രക്ഷിക്കണം അദ്ദേഹത്തിന്. അപ്പോൾ കഴുകൻ
അദ്ദേഹത്തോട് പറയും, ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്, അപ്പം ഇതിനെ നീ മാറ്റിയ ഞാൻ പട്ടിണി കിടന്ന് ചാകും, അപ്പോൾ അതും ഹിംസ അല്ലേ, നീ കാരണമല്ലേ ഞാനും മരിക്കാൻ പോണത്, അപ്പോൾ നിനക്കെന്ത് വേണമെന്ന് ചോദിക്കും. പറയണം എനിക്ക് ഇറച്ചി കിട്ടിയാൽ മതി. അപ്പോൾ ഉടനെ ത്യാഗം സഹിച്ചും സ്വന്തം ആ പ്രാവിൻ്റെ തൂക്കത്തിനോട് അത്രയും രക്തം ചോരയുടെ കൂടി രക്തം എടുത്ത് മുറിച്ചുവിന് കൊടുക്കും. അത് കഥയാണെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ അന്നത്തെ കാലത്തുള്ള മൂല്യമാണത്. നമുക്ക് കേൾക്കുമ്പോൾ കഥയാണെന്ന് അറിയാൻ പറ്റും, പക്ഷേ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജൈനമതക്കാർ കൊണ്ടുവന്നൊരു മൂല്യമാണത്. അഹിംസ എന്നുള്ള രീതിയിൽ വളരെ ജ്വലിക്കുന്നൊരു മൂല്യമാണ്. അപ്പം അഹിംസ വരുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒത്തിരി മൂല്യങ്ങളുണ്ടല്ലോ. ത്യാഗമുണ്ട്, ക്ഷമയുണ്ട്, ദയയുണ്ട്. നമ്മൾ പറയുന്ന ബൈബിളിൽ പറയുന്ന എല്ലാ മൂല്യങ്ങളും എല്ലാ വിഷയങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ്. മറ്റ് രാജ്യങ്ങൾ ഉണ്ടായില്ലെന്നല്ല, നമ്മൾക്കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വിഷയം? മൂല്യമല്ല വിഷയം, ദ പേഴ്സൺ ജീസസ്, അതാണ് വിഷയം. പിതാവിൻ്റെ, അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവനും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ സ്നാനപ്പെടുത്തുക. എന്താ കാര്യം? ഇതിൽ ഞാൻ പഠിപ്പിച്ചുള്ളതെല്ലാം അവരെ അഭ്യസിപ്പിക്കുകയും. ഒരു വാല്യൂ കൺവേ ചെയ്യുന്നതിനേക്കാൾ വലിയ വിഷയമാണ് പാപത്തിന് പരിഹാരമായി ഈശോ നേടിയെടുത്ത രക്ഷ ഇതിൽ അവർക്ക് പങ്കാളിത്തം നൽകുക. അതാണ് ബൈബിളിൻ്റെ മൂല്യം. അല്ലാതെ ആ ഒരു സംഭവത്തെ തൊട്ട് കഴിയുമ്പോൾ അത് പിന്നീട് എഴുതി ചേർത്താണെന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? പണിക്ക് ഈ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അടവാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിച്ച് റിസർച്ചൊക്കെ ചെയ്ത് അവരവരുടെ ജീവിതകാലം മുഴുവൻ മിഷണറിയാണെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യും. മിഷൻ മേഖലയിലെല്ലാം തളർച്ചയുണ്ട് നമുക്ക്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂല്യമല്ല പ്രശ്നം, കർത്താവായ വ്യക്തിയിലൂടെ സാധിച്ച രക്ഷയാണ് വിഷയം. പിതാവിൻ്റെയും പുത്രൻ്റെയും മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ആൾത്താരയിൽ വന്ന് പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈനി. ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നുമാണ്. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് എൻ്റെ കൂട്ടുകാരി മുഖേനയാണ്. യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് ഇങ്ങനെ ആലപ്പുഴയിലൊരു മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നും അതിലൂടെ നമുക്കൊത്തിരി അനുഗ്രഹം ഒരുപാട് പേർക്ക് കിട്ടുന്നു എന്നും ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു 2019. അന്ന് എൻ്റെ വീട് പണി നടക്കുന്ന സമയമായിരുന്നു. അപ്പം യാതൊരു തടസ്സവുമില്ലാതെ വീട് പണി നടക്കാനായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. ആഗസ്റ്റ് മാസത്തിൽ വീട് പണി തീർന്നു. ഞങ്ങൾ വീട് പാലുകാച്ചി കയറി കൂടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഉടമ്പടി മുടങ്ങുകയും പിന്നീട് കോവിഡ് വരികയും ഞാനിതിനോട് വലിയ ഇത് കാണിച്ചതുമില്ല. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ഉടമ്പടിയിൽ മുന്നോട്ട് പോകണമെന്ന്. പക്ഷേ എനിക്കിവിടെ വരാൻ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും എനിക്ക് 1.5 വർഷത്തോളം എനിക്ക് ഉടമ്പടി മുടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് 2021 വീണ്ടും ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് ഞാൻ പുതുക്കി. അന്ന് ഭൗതികമായ കാര്യങ്ങൾക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്നത്. ആധ്യാത്മികമായ കാര്യങ്ങളെക്കാൾ ഉപരി ഭൗതികമായ കാര്യങ്ങളായിരുന്നു. ജോലി, വീട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ എനിക്കൊരു ജോലി വേണമെന്നും വയേജ് ഓവറായതുകൊണ്ട് ഇനി ഒരു ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറാൻ പറ്റില്ലെന്നും എനിക്കറിയാമായിരുന്നു. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് വഴിയായിട്ട് എനിക്കൊരു ജോലിയെങ്കിലും കിട്ടണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എംപ്ലോയ്മെൻറ്റിൽ ഞാൻ പുതുക്കാനായിട്ട് ചെന്നപ്പം എൻ്റെ സീനിയോറിറ്റി ലിസ്റ്റ് നഷ്ടപ്പെടുകയും അതുമാത്രവുമല്ല എൻ്റെ SSLC ബുക്കിൻ്റെ രജിസ്റ്റേർഡ് നമ്പർ മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. ബുക്ക് എനിക്കില്ല. ആ ഒറ്റ ഒരു നമ്പർ വെച്ച് എൻ്റെ സ്കൂളിലേക്ക് ഓഫീസർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു അപ്ലൈ ചെയ്യുകയും ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യുകയും ചെയ്തു. അത് 3 മാസം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്നാലും എംപ്ലോയ്മെൻറ്റ് സീനിയോറിറ്റി ലിസ്റ്റൊന്നും എനിക്കില്ല. യാതൊരു വിധത്തിലും ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും എനിക്കില്ല. എങ്കിലും ഞാൻ ഉടമ്പടി മുടക്കിയില്ല, പുതുക്കിക്കൊണ്ട് തന്നെയിരുന്നു. കൂടുതലായിട്ട് മാതാവിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഞാൻ കൊന്ത ഒരുപാട് ചൊല്ലാൻ തുടങ്ങി. ഈശോയോട് കൂടുതൽ വചനം വായിക്കുവാനും തുടങ്ങി.
അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത്തെ പുതുക്ക് വന്നപ്പോഴത്തേനും പുതുക്കി ഞാൻ വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സർക്കാരിൻ്റെ ഒരു ഓർഡർ വന്നു. 5 ദിവസത്തിനകം വെച്ച് സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് 5 ദിവസത്തിനകം വെച്ച് സീനിയോറിറ്റി തിരിച്ചെടുക്കാമെന്ന്. അങ്ങനെ ഞാനത് വീണ്ടും പോയി സീനിയോറിറ്റി ലിസ്റ്റ് എടുത്തു. അപ്പോഴും എൻ്റെ കയ്യിൽ SSLC ബുക്കില്ല. ബുക്ക് ഡ്യൂപ്ലിക്കേറ്റിന് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. അവിടുന്ന് വീണ്ടും ലിസ്റ്റ് വന്നു. നവംബർ മാസമായപ്പോൾ ഇൻ്റർവ്യൂവിന് എന്നെ സീനിയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ഇൻ്റർവ്യൂവിന് വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവിനോട് ഇവിടെ വന്ന് വീണ്ടും ഞാൻ ഉടമ്പടിയിൽ പുതുക്കുന്നുണ്ടായിരുന്നു, മുടക്കം വരുത്തുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചു. SSLC ബുക്കില്ലാതെ ഇൻ്റർവ്യൂവിന് കയറാൻ പറ്റത്തില്ല. ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അത് മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, അമ്മ എന്നെ സഹായിച്ചു. SSLC ബുക്ക് എൻ്റെ സ്കൂളിൽ വന്നു. പിറ്റേന്ന് പോയി കളക്ട് ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോഴും എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. 25 പേര് പങ്കെടുത്ത ഇൻ്റർവ്യൂ, ഒറ്റ വേക്കൻസി. ആർക്ക് കിട്ടും? ഒരു സാമൂഹ്യപരമായിട്ട് എനിക്ക് ആരുമായിട്ടും വലിയ അടുപ്പമൊന്നുമില്ല. ആകെയുള്ളത് മാതാവും മാത്രം, ഈശോയും മാത്രം. ഒരുപാട് പ്രാർത്ഥിച്ചു. അവസാനം സെലക്റ്റായത് ഞാൻ മാത്രം. എനിക്ക് ഇത്രയും ദൂരം വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം പിന്നെയും വന്നു. ഞാൻ ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 2022 ഞാൻ ജോലിക്ക് കയറി. അങ്ങനെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ഞാൻ ജോലിക്ക് കയറി. അവിടെ നിന്നും ഞാൻ 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. കഴിഞ്ഞ മാർച്ച് 2025 മാർച്ച് മാസത്തിൽ എല്ലാവരും സൺഡേ വർക്കിങ്ങിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, ഞാൻ പള്ളിയിൽ പോയി. പക്ഷേ അതിൻ്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. ഏപ്രിൽ മാസത്തിൽ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു ഓഫീസിൽ നിന്നും. എന്നാലും അപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. പിന്നീട് ഞാനൊരു മാറ്റത്തിന് ആഗ്രഹിച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മാറ്റം ഇവിടുന്ന് വേണമെന്ന്. അങ്ങനെ മാറ്റത്തിന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ യാതൊരു വഴിയുമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഓഫീസുകളിൽ യാതൊരു വേക്കൻസിയുമില്ല. ഒരു ദിവസം ഞാൻ ഇതുപോലെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പോലും അറിയാത്ത ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഓഫീസിലൊരു വേക്കൻസി ഉണ്ട്, ഞാൻ പ്രൊമോഷനായിട്ട് പോവുകയാണ്, ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ട്രാൻസ്ഫറിന് അപേക്ഷ വെച്ചു. അവിടെയും ഭയങ്കര തടസ്സം. യാതൊരു കാരണവശാലും എന്നെ ഓഫീസിൽ നിന്ന് വിടത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് പോയി. ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓഫീസിൽ ഞാൻ ഉപ്പിട്ട്, ഹെഡ് ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു സാഹചര്യം എനിക്ക് അനുകൂലമായിട്ട് വരികയും എൻ്റെ ട്രാൻസ്ഫർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അടിച്ചു കിട്ടുകയും ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഓഫീസിൽ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയധികം അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കുന്നു. അമ്മയോട് മാധ്യസ്ഥം തേടിയതിൻ്റെ ഫലമായിട്ട് ഈശോയും തിരുക്കുമാരനും തന്ന ആദ്യത്തെ അനുഗ്രഹമാണ് ഇത്. അത് കഴിഞ്ഞ് ഞാൻ വീട് വെച്ച് മാറിയെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം അതിർത്തി തർക്കം വന്നു. അവിടെ മതിൽ കെട്ടുന്ന ഒരു പ്രശ്നം വന്നപ്പം അവരുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റത്തില്ല. അവരുടെ മണ്ണെല്ലാം ഇടിഞ്ഞ് ഞങ്ങളുടെ പെരേടത്തിലോട്ട് വീഴുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മണ്ണ് മൊത്തം ഞങ്ങളുടെ പെരേടത്തിൽ വീഴുന്നു, നിങ്ങൾ എന്തുവാന്ന് വെച്ചാൽ അത് ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ തന്നെ അത് അതിൽ കെട്ടി മാറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഉറപ്പിന്മേൽ നിന്നു. അവസാനം അവരുടെ തെങ്ങിൽ നിന്നും മടലുകൾ വീണ് ഞങ്ങളുടെ വീടിൻ്റെ ഗ്ലാസ്സുകളെല്ലാം പൊട്ടാൻ തുടങ്ങിയപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിതെന്തോ കാണിക്കുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴും അവർ പറയുന്നു, നിങ്ങൾ അതിര് കെട്ടണമെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അതിര് കെട്ടാനെ കൊണ്ടല്ല, അങ്ങനെ അല്ല പറഞ്ഞത്, നിങ്ങൾ അതിര് കെട്ടിക്കോളാമെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിപ്പം പറ്റത്തില്ല, നിങ്ങൾ അതിര് കെട്ടണമെന്നായി. അങ്ങനെ അവർ കൊണ്ട് ചെന്ന് കേസ് കൊടുക്കുകയും അവിടെ ഒത്തുതീർപ്പിന് ഞങ്ങാനും അവരെയും വിളിക്കുകയും ചെയ്തു. സ്റ്റേഷനിൽ ചെന്നിരുന്നു. SI ഒരു കാരണവശാലും എനിക്ക് അനുകൂലമായിട്ട് ഒരു കാര്യവും പറയുന്നില്ല. ഞാൻ പറയുന്നത് അല്ല എന്താണതാ ഈ പറയുന്നതെന്ന് കേൾക്കാനുള്ള മനസ്സുപോലും SI സാറ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അവിടെ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും ഞാൻ ഉപ്പിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാതാവിനെയും വിളിച്ചുകൊണ്ടുമാണ് ഞാൻ പോകുന്നത്. 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴും എനിക്കിതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതല്ലാതെ എനിക്കൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കഴുത്തി കിടന്ന ലോക്കറ്റിൽ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ
ഇത് കേൾപ്പിക്കാനാണോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇരുന്ന് കേൾക്കാം എന്ന് ഞാൻ പറഞ്ഞു തീർന്നതും SI എതിർകക്ഷിയുടെ നേരെ വഴക്ക് പറയുന്നതാണ് ഞാൻ കാണുന്നത്. എന്തോ കാര്യമെന്ന് എനിക്കറിയില്ല. ഞാനും അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നോട് പറഞ്ഞു, ഇയാൾ വീട്ടിൽ പൊയ്ക്കോ, ഇയാളുടെ ഭാഗത്തല്ല തെറ്റ്, അത് പ്രശ്നം സോൾവ് ആക്കുന്നില്ല, വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. മൊത്തത്തിൽ അവിടെ ഭയങ്കര പ്രശ്നമായി. ഞാൻ പതുക്കെ ഇറങ്ങി വെളിയിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പം ഇതെന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, അനുവാദമില്ലാതെ വീഡിയോ എടുക്കാൻ, ഓഫീസിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അത് വീഡിയോ എടുത്തു. അത് ആരോ സാറിനെ ഞാൻ പ്രാർത്ഥിച്ച് തീരുന്ന നിമിഷം പുറത്തു നിന്ന് ആരോ എന്തോ ആംഗ്യത്തിലൂടെ അവിടെ കാണിച്ചതായിരുന്നു. അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ആയില്ലെങ്കിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താലെ ഞങ്ങൾ തമ്മിൽ ആ പ്രശ്നം ഇടപെടുകയും ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അതിൽ കെട്ടുകയും ഇപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ നല്ല അയൽപക്ക ബന്ധം പുലർത്തുകയും ഞങ്ങൾ ചെയ്യുന്നു. ഇത്രയും പരിശുദ്ധ അമ്മ വഴി എനിക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാലെ നടന്നു കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇതിനേക്കാളുപരി എൻ്റെ മക്കളുടെ അസാന്നിധ്യമായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ പറയുന്നതാണ്. മക്കളുടെ വിദേശത്ത് രണ്ട് മക്കളാണുള്ളത്. 2 പേർക്കും വിദേശത്ത് ജോലി കിട്ടുകയും ഞാൻ പറഞ്ഞ പൈസ ഒരു തുക പറഞ്ഞു, അമ്മേ അവർക്ക് ഇത് ഇത്രയും മേടിച്ചു കൊടുക്കണമേ അമ്മ ഈശോയോട് പറയണേ അമ്മേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് ആ കറക്റ്റ് തുക അവർക്ക് കിട്ടുകയും ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഇത്രയും അനുഗ്രഹങ്ങൾ വാങ്ങിച്ചത് ഇത് മാത്രമല്ല, മറ്റുള്ളവരുടെ പലരുടെയും ആ സാന്നിധ്യം കൊണ്ട് എനിക്ക് പല അനുഗ്രഹങ്ങളും എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല. എങ്കിലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ സാന്നിധ്യം എനിക്കുണ്ട്. ഈശോ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. എൻ്റെ ഈശോ അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ എനിക്കുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഭൗതികമായ ആവശ്യങ്ങളാണ് ഞാൻ ആദ്യം വെച്ചിരുന്നതെന്ന്. ഇപ്പം ഞാൻ ഭൗതികമായ ആവശ്യങ്ങളല്ല വയ്ക്കുന്നത്. ഇപ്പം ഞാൻ വയ്ക്കുന്ന ഒരു പ്രാർത്ഥനയെന്ന് പറയുന്നത്, കർത്താവെ, അങ്ങേ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയല്ലേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ വയ്ക്കുന്നത്. എനിക്കത് മതി. കാരണം കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. കർത്താവ് അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഉത്തമ ബോധ്യം എനിക്കുന്നുണ്ട്. കാരുണ്യപ്രവർത്തികൾ പരിശുദ്ധ അമ്മ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, എല്ലാ ആഴ്ചയിലും 5-6 പൊതി കെട്ടി രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഞാനത് കൊണ്ടുപോകും. പോയിട്ട് അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളുടെ അടുത്ത് ലഞ്ച് സമയമാകുമ്പോൾ ഞാൻ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഏറ്റവും അത്യാവശ്യമുള്ളവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും ആരും വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലാത്തവരെ കണ്ടുപിടിച്ച് ഞാൻ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ, ഈ ഭക്ഷണം ഞാൻ അവർക്ക് കൊടുക്കും. അഥവാ വീട്ടിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഞാൻ കടയിൽ നിന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാ ആഴ്ചയിലും ഞാൻ കൃത്യമായിട്ടും അത് ചെയ്യും. അതുപോലെ പുനലൂർ മദർ തെരേസ എന്ന് പറയുന്ന ഒരു മാനസിക കേന്ദ്രമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേരുണ്ട് അവിടെ. എനിക്കവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടിൽ പോകാതെ നേരെ അങ്ങോട്ടാണ് ഞാൻ അവധി ദിവസങ്ങളിലെല്ലാം പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരോടൊന്നിച്ച് അവരുടെ തുണി കഴുകുക, ബാത്റൂം വൃത്തിയാക്കുക, സകല ജോലിയും ഞാൻ അവിടെ ചെയ്തു കൊടുക്കും. ഭക്ഷണത്തിന് വേണ്ടുന്ന സഹായം ചെയ്യും. ഏകദേശം കുറേ സമയം അവിടെ ചിലവഴിച്ച് അവരോടൊപ്പം ഇരുന്ന് ഈശോയെ പരിശുദ്ധ അമ്മയെ വഴി ഈശോയ്ക്ക് കാഴ്ചവെച്ചിട്ടായിരിക്കും ഞാൻ വരുന്നത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന മുടക്കം കൂടാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ബൈബിൾ വായന കൃത്യമായിട്ടും 1/2 മണിക്കൂറെന്ന് പറയുന്നത് ഇപ്പോൾ 1 മണിക്കൂറായാലും 1/2 മണിക്കൂർ 3/4 മണിക്കൂറായാലും 1.5 മണിക്കൂറും ഒക്കെ ഇരുന്ന് വായിക്കും. ഓഫീസിലായാലും ബൈബിൾ കൊണ്ടുപോകും. ഒരല്പസമയം കിട്ടിയാൽ ഞാൻ അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കാൻ നോക്കും. ധ്യാനം, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, ധ്യാനം, സാക്ഷ്യം ഇവയെല്ലാം ഒരു മുടക്കവും വരാതെ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കുടുംബ പ്രാർത്ഥന, ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ശരിക്കും ഞാനൊരു ക്രിസ്ത്യാനിയായത്. രാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥന ഞാൻ ഒരിക്കലും ചൊല്ലിയിരുന്നില്ല. അത് ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് 5:30ക്കുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലുന്നത്. അതുപോലെ വൈകുന്നേരം കൊന്ത ചൊല്ലുന്നു, ബൈബിൾ വായിക്കുന്നു, കുറേ നേരം അതിനെപ്പറ്റി ധ്യാനിക്കുന്നു.
അപ്പോൾ ഒരു മാനസികമായ ഒരു സന്തോഷം എനിക്ക് ഈ ഉടമ്പടി, ശരിക്കും ഈ ഉടമ്പടി സത്യമായിട്ട് ഞാൻ പറയുന്നതാണ്, ഈ ഉടമ്പടി വഴിയാണ് ഞാൻ ശരിക്കും ഈ ഈശോയെ അറിഞ്ഞു തുടങ്ങിയത്. ബൈബിൾ തന്നെ 3-4 പ്രാവശ്യത്തോളം ഞാൻ ഫുള്ളും വായിച്ചു തീർത്തു. ഇപ്പോഴും പകുതിയായി ഇരിക്കുന്നു അത് വായിച്ച് മൊത്തം എടുക്കാനായിട്ട്. അപ്പോൾ അത്രയും അതുപോലെയുള്ള എത്ര സങ്കടങ്ങൾ നടുവിലും എനിക്കെൻ്റെ ഈശോ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യമാണ് എന്നെ ഇപ്പോൾ നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. പത്രം ഞാനിവിടുന്ന് എല്ലാ മാസവും ഇവിടെ വരും. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ പിറ്റേന്ന് ഞാനിവിടുന്ന് പോകും, ധ്യാനവും കൂടി പത്രവും വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പോകും. പോയി കഴിഞ്ഞ് തമിഴ് പത്രമാണ് ഞാൻ മേടിച്ചുകൊണ്ട് പോകുന്നത്. ചിലപ്പോൾ 4-5 കെട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ആദ്യമൊക്കെ വെറും പത്രം മാത്രമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തമിഴിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അത് ഞാൻ പത്രത്തിനകത്ത് വെച്ച് ഒരു നുള്ളു ഉപ്പും ഞാനൊരു കവറിലാക്കി അതും പിൻ ചെയ്ത് പരിശുദ്ധ അമ്മയോട് 2-3 ദിവസം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമ്പം ഈ പത്രം ഞാൻ എടുത്ത് ഉയർത്തി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് കിട്ടുന്നവരെ അങ്ങിലേക്ക് അടുക്കുവാനുള്ള ഒരു വഴിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ പത്രം കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ചെങ്കോട്ട, തെങ്കാശി, പിന്നെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ശ്രീലങ്കൻ വംശജരായ തമിഴ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ ഏരിയയിൽ നമുക്ക് അധികം കടക്കാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ അവിടെ കടന്നു ചെന്ന് എല്ലാ വീടുകളും 8,000 വീടുണ്ട്. ആ എല്ലാ വീടുകളിലും ഞാൻ ഓരോ മാസം ഓരോ ഏരിയ വെച്ച് കൊണ്ട് നടന്ന് കൊടുക്കും. അവർ ഇപ്പം ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അമ്മ പത്രം വന്നു എന്നും പറഞ്ഞ് എന്നെ കാണുമ്പോഴേ പത്രത്തിൻ്റെ ലോക്കറ്റ്, ചെറിയ പ്രിൻ്റ്, മാതാവിൻ്റെ പ്രിൻ്റ് ഇതെല്ലാം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അവർക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ നേടി തന്നതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. ഇനി എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമെന്നും എൻ്റെ ഈശോയും എൻ്റെ മാതാവും അല്ലാതെ വേറെ ആരുടെയും അടുത്ത് പോകേണ്ടതില്ലെന്നും എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതിനാൽ ഞാനിതിന് ഉറച്ചു നിൽക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വചനമാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കഠിനകരമായ പദ്ധതികളും പ്രശ്നങ്ങളുമെല്ലാം ഉടമ്പടിയിലാണ് ദൈവം നമുക്ക് ചെയ്തു തരുന്നത്. നമുക്ക് നിയന്ത്രിക്കാനാവാത്ത പ്രശ്നങ്ങൾ, അസാധ്യമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉടമ്പടിയിലൂടെ ഏൽപ്പിക്കുമ്പോൾ ഭയത്തിന് പകരം വിശ്വാസമാണ് നാം തിരഞ്ഞെടുക്കുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്ക്, കടബാധ്യതകൾക്ക്, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ ഇവയെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. നാം ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മൾ ശാന്തരായിരുന്നാൽ മാത്രം മതി. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ഷൈനി ജോൺസൺ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ശാന്തമായിരുന്നപ്പോൾ കർത്താവ് ഈ സഹോദരിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരു വലിയ ദൈവിക സാക്ഷ്യമാണ് നാം കേട്ടത്. അമ്മ കേൾക്കുന്നുണ്ട് നമ്മുടെ ഓരോ സംസാരവും. കൃപാസനം അമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഓരോ സംസാരവും നമ്മുടെ കൂടെയുള്ള അമ്മയാണ്. ആ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അമ്മ ഈ മകളുടെ കാര്യം ഏറ്റെടുക്കുകയാണ്. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഈ മകൾക്കുള്ളത്. കുടുംബ ജീവിതത്തിലാണെങ്കിലും വലിയൊരു മാറ്റമാണ് ഉടമ്പടി ജീവിതത്തിൽ വന്നത്. പിന്നെ അമ്മയും മകളും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം മറ്റു കുടുംബ ബന്ധത്തിലേക്ക് മാറുകയും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കുടുംബത്തിൽ വരികയും എല്ലാ കാര്യത്തിലും മക്കളും അമ്മയും എല്ലാവരും ഒന്നിച്ച് സന്തോഷവും സമാധാനപരമായിട്ട് കുടുംബജീവിതം നയിക്കുന്നുവെന്നാണ്. കാരണം മക്കൾക്ക് നല്ല ജോലി കിട്ടി, അവരും പുറത്തുപോയി ആഗ്രഹിച്ചതെല്ലാം ലഭിച്ചു. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം വെച്ചത്. പക്ഷെങ്കിൽ ഇപ്പോൾ ആത്മീയമായൊരു ജീവിതമാണ്. എനിക്കിനി ദൈവത്തെ വേണം, എനിക്കിനി അമ്മയെ വേണം, എനിക്കിനി ഒന്നും ആവശ്യമില്ല. കാരണം ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് ഉടമ്പടി ജീവിതം ഈ സഹോദരിയെ നയിക്കുന്നത്. സമാധാനപരമായ ജീവിതം, ഈശോയുടെയും അമ്മയുടെയും കൂടെയുള്ള ഒരു ജീവിതമാണ് ആകർഷിക്കുന്നത്. ഇനി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന, അതായത്
നമുക്ക് ഈ ഈശോ എല്ലാ അനുഗ്രഹങ്ങളും തരുമ്പോഴും നമ്മൾ എന്താണ് വിശേഷവിധിയായിട്ട് കൊടുക്കുന്നതാണ് ജോസഫ് അച്ഛൻ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുള്ളത്. ഈ സഹോദരിയും വിശേഷവിധിയായിട്ട് ചെയ്യുന്നത് നാം കേട്ടു. പ്രത്യക്ഷീകരണത്തിൻ്റെ ആ പ്രാർത്ഥന പ്രിൻ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ആ പത്രം വെച്ച് പ്രാർത്ഥിച്ച് പ്രിൻ്റ് ചെയ്ത പ്രാർത്ഥനയുമായിട്ടാണ് ഈ സഹോദരി തെങ്കാശിയിലും ചെങ്കോട്ടയിലുമൊക്കെ പത്രവുമായിട്ട് പോകുന്നത്. അത് വിശേഷവിധിയായിട്ട് നമ്മളോട് ദൈവം കാണിക്കുന്ന ആ സ്നേഹത്തിന് നമുക്കുള്ള സ്നേഹമാണ് ഈ പത്രം കൊടുക്കുമ്പോഴും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത, ആ ദൈവത്തോടുള്ള ആ സ്നേഹം, ഉടമ്പടിയിലുള്ള ആ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിലും കൂടുതൽ സ്നേഹത്തോടെ കൂടുതൽ ആത്മാർത്ഥത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതത്തിൽ നമുക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളുമെന്ന്, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഷൈനി ജോൺസന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമേ തന്നെ ഈ വിശുദ്ധമായ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടത്തിയ ഈ സന്നിധിയിൽ എന്നെ അനുഗ്രഹിച്ച് ഇവിടെ എത്തിച്ചതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് വിപിൻ വർഗീസ്, സ്ഥലം വെച്ചൂർ വൈക്കം, ഇടവക ഇടയാഴം സെൻറ്റ് ജോസഫ് ചർച്ചാണ്. 2019 ഞാൻ കൃപാസനത്തെക്കുറിച്ച് പേപ്പറിലൂടെയും സുഹൃത്തു വഴിയും അറിയുന്നത്. എൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഞാൻ ഇവിടെ കടന്നു വരികയും അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല. പകരം അന്നുണ്ടായിരുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഒക്കെ ചൊല്ലി ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. പ്രാർത്ഥനകൾക്ക് പ്രത്യേക സമയമൊന്നും ഞാൻ നിശ്ചയിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നൊരു സമയത്ത് രാവിലെയും വൈകിട്ട് തോന്നുന്നൊരു സമയത്ത് വൈകിട്ട് പ്രാർത്ഥനയും ചൊല്ലിയൊക്കെയാണ് ഞാൻ മുൻപോട്ട് പോയത്. അങ്ങനെ 2023-24 വർഷങ്ങളൊക്കെ ആയപ്പോൾ എൻ്റെ പ്രതിസന്ധി വളരെ ബുദ്ധിമുട്ടിലേക്കായി. എനിക്ക് മുൻപോട്ട് പോകുവാനായിട്ട് പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. എൻ്റെ ജോലിയിൽ പ്രതിസന്ധി വന്നു. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി സ്ഥാപനത്തിലേക്ക് കിട്ടാൻ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കുവാനുള്ള പേയ്മെൻറ്റ്സുകൾ സെറ്റിൽ ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിൽ നിന്ന സമയത്ത് ഞാൻ ഒരു പ്രാർത്ഥനയിലൂടെ ഒരു ബ്രദറിനെ പരിചയപ്പെട്ടു. ആ ബ്രദറിൽ പ്രാർത്ഥനയുടെ സമയത്ത് എന്നോട് പറഞ്ഞു, ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, മാതാവ് ഒരു കുട ചൂടി സഹോദരൻ്റെ കൂട്ടത്തിൽ നിൽപ്പുണ്ട്, അങ്ങനെയാണ് എനിക്ക് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഒക്കെ ചെല്ലാറുണ്ട്, അതിനങ്ങനെ കൃത്യതയൊന്നുമില്ല, പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞു, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം, അത് സീരിയസ് ആയിട്ട് എടുക്കണം എന്നോട് പറഞ്ഞു. തൊട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഈ ദേവാലയത്തിൽ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഞാൻ തിരികെ പോയി. പതിയെ പതിയെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കേട്ടു തുടങ്ങി, സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി. എനിക്ക് ആദ്യമൊന്നും അത്രയും ഡൈജസ്റ്റ് ആയില്ല. കാരണം നമ്മളൊരു സത്യക്രിസ്ത്യാനി ലെവലിലുള്ളവർക്കാർക്കും പെട്ടെന്ന് പല കാര്യങ്ങളും ഡൈജസ്റ്റ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് തന്നെ എനിക്കും ആദ്യം തുടക്ക സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇതിനെ മനസ്സിലാക്കുവാനായിട്ട് കൂടുതൽ ഉടമ്പടി ധ്യാനങ്ങൾ കാണുവാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതിലെനിക്കൊരു തിരിച്ചറിവ് ഒരു ബൈബിൾ ഭാഗത്തു നിന്ന് കിട്ടി. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ സമയത്ത് പീലാത്തോസ് ഹെറോദോസിൻ്റെ സ്ഥലത്തേക്ക് ഈശോനെ അയക്കുന്നുണ്ട്. അവിടെ വെച്ച് ഹെറോദോസ് വളരെ സന്തോഷവാനായിട്ട് ഈശോനെ സ്വീകരിക്കുമ്പോൾ ഹെറോദോസ് വിചാരിക്കുന്നുണ്ട് ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഇതേ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാനും ഇവിടെ കടന്നു വരുന്നതും. ഇവിടെയുള്ള ഭൂരിഭാഗം പേരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഒരു 90% 80% പേരും ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിചാരിച്ച് തന്നെയായിരിക്കും ഇവിടെ കടന്നു വരുന്നത്. പക്ഷേ മുമ്പോട്ട് പോകുന്തോറും എനിക്ക് ജോസഫ് അച്ഛൻ്റെ ധ്യാന ചിന്തകളിൽ നിന്ന് തന്നെയാണ് എനിക്ക് ആ ഒരു കാര്യം ഉരുത്തിരിഞ്ഞ് കിട്ടിയത്. കാരണം നമ്മളുടെ വിഷയമല്ല, ഉടമ്പടിയിലുള്ള വിശ്വസ്തതയാണ് പ്രധാനം. വിശുദ്ധ പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, തൻ നിത്യതയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം ഈ സമയത്തുള്ള കഷ്ടപ്പാടുകളും ശേഷം നമ്മളെ പൂർണ്ണരാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തുടക്കകാലത്തിലുള്ള ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾക്ക് ഉണ്ടാകേണ്ടതായിരിക്കാം നമ്മളുടെ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട്. അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അങ്ങനെ ഒരു 6 മാസത്തോളം ഞാൻ ഇവിടെ ഈ പ്രത്യക്ഷീകരണ സന്നിധിയിൽ വന്ന് പല സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി ധ്യാനങ്ങൾ പങ്കുചേർന്ന് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അതിനുവേണ്ടി ആ ദിവസം മാറ്റിവെച്ചു, ഉപവാസം എടുത്തു. അങ്ങനെ എനിക്ക് പതിയെ മാതാവിൻ്റെ അനുഭവം ഉണ്ടാകാൻ തുടങ്ങി. അത് പല രീതിയിലായിട്ട് എനിക്ക് കിട്ടിത്തുടങ്ങി.
അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2026 തുടക്കമായപ്പോഴത്തേക്കും സംഗതിയൊക്കെ വീണ്ടും വളരെ ബുദ്ധിമുട്ടിലേക്കായി. ഞാൻ വിചാരിച്ചിരിക്കുന്നതൊന്നും അല്ല നടക്കുന്നത്, ഒരു അത്ഭുതമൊന്നും എനിക്ക് സംഭവിച്ചില്ല. അങ്ങനെ ഞാൻ വളരെ ദുഃഖിതനായിട്ട് വീണ്ടും ഉടമ്പടിയിൽ തന്നെ ശരണം വെച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഒരു കാര്യം, എന്തായാലും എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ എന്തായാലും പിന്നോട്ടില്ല, മുൻപോട്ട് തന്നെയുള്ളൂ, എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, മുമ്പോട്ട് തന്നെ പോകും എന്ന് തീരുമാനിച്ചു. അങ്ങനെ 3-ാം ഉടമ്പടി പുതുക്കി. ആ സമയത്ത് ജനുവരി ആദ്യം തന്നെ പ്രതിസന്ധിയായിരുന്നു. എൻ്റെ ഫാദറിനൊരു രോഗം വന്നു. അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മമ്മിക്ക് വയ്യാതെ വന്നു. അത് വളരെ സില്ലി ആയിട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത്, പക്ഷേ അത് ബുദ്ധിമുട്ടേറിയൊരു കാര്യമായിട്ട് കണ്ടെത്തി. അപ്പോഴൊക്കെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് ഞങ്ങൾ വീട്ടിലുള്ളവരെല്ലാവരും. അപ്പോൾ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഒരു സ്ഥലത്ത്, രോഗാവസ്ഥകൾ ഒരു സ്ഥലത്ത്, കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ വിഷയങ്ങളിൽ എനിക്കൊരു ആൻസർ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇതിനിടയിൽ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ എനിക്ക് ലിങ്ക്ഡിൻ വഴി അവിടുത്തെ ആ കമ്പനിയുടെ ഒരു അറിയപ്പെടുന്നൊരു സ്ഥാപനത്തിൻ്റെ ഒരു MD ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചു, ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ കഴിവിൽ വിശ്വസിച്ചാണ് ഞാൻ അവിടെ പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ആ MD ഭയങ്കര തിരക്കിലായി. MDക്ക് ഡയറക്റ്റ് എന്നെ മീറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ MD ഡയറക്റ്റ് പറഞ്ഞു, നിങ്ങൾ ഡയറക്റ്റ് വേറൊരു ഓഫീസിലേക്ക് അവിടെ ചെന്ന് ആ ആളുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോയി, അവരുടെ സെക്കൻഡ് ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ചെന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നയാൾ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ എനിക്ക് ഡബിൾ ഉറപ്പായി, കാരണം ഈസി ആണല്ലോ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് ചെന്നു. പക്ഷേ എന്നെ ആ വ്യക്തി മൈൻഡ് ചെയ്തു പോലുമില്ല. ഞാൻ അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു. വീട്ടിലെത്തി, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ വൈകുന്നേരം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് സായാഹ്നത്തിൽ ഇവിടെ വന്നിരുന്ന് കൊന്തയൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയുണ്ട് 6:30. അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് പോകുള്ളൂ, ഒരാഴ്ചയിലൊന്നെങ്കിലും. അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നിരുന്ന് ഞാൻ ഇവിടുന്ന് കൊന്തയൊക്കെ ചൊല്ലി പുറത്തിറങ്ങിയ സമയത്ത് എനിക്കൊരു കോള് വന്നു. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കോളായിരുന്നു അത്. ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ദിവസം തന്നെ വരാം എന്ന് പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി ആ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ തിരിച്ചു പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ വിശുദ്ധ വസ്തുക്കൾ, പ്രത്യേകിച്ച് തൈലം ഒക്കെ അപ്ലൈ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ അതിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുന്നപ്പോൾ ഞാൻ നിരാശനായിരുന്നു. കാരണം എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമൊക്കെ പോയിരുന്നു. ഞാൻ ഇനി മുമ്പോട്ട് രക്ഷപ്പെടുമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോന്നു. വൈഫിനോടൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവർ വിളിക്കുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേറെ ആരോടും പറഞ്ഞുമില്ല. അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു. ഞാൻ വീട്ടിലെത്തി. 1 മാസമായി, 2 മാസമായി, 3 മാസമായി ഒരു അനക്കവുമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു 3 മാസം കഴിഞ്ഞ ദിവസം എന്നെ ആ കമ്പനിയിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ട് എന്നോട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ വെള്ളിയാഴ്ച അയച്ചു തന്നു. ഞാൻ അത് സൈൻ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു. 22-ാം തീയതി ആ കമ്പനിയിൽ അവരുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറായിട്ട് ജോലിക്ക് പ്രവേശിക്കുകയാണ്. ഏകദേശം 3 വർഷത്തോളം ഞാൻ ശ്രമിച്ച കാര്യം വെറും ഒരു 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ എനിക്ക് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അത് വളരെ പെട്ടെന്ന് ഒരു സാധാരണഗതിയിൽ കാണുന്ന ഒട്ടുമിക്ക ഇൻ്റർവ്യൂവിൻ്റെ കടമ്പകളൊന്നുമില്ലാതെ തന്നെ അത് എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ സാധിച്ചു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ അതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അമ്മ തന്ന അനുഗ്രഹത്തിന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ഇത് കൂടാതെ ഞാൻ ജനുവരി മാസത്തിൽ അമ്മയ്ക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. അതൊരു ക്യാൻസറസ് ആയിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്കാണ് അത് ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അവിടെ വെച്ച് പല പ്രാവശ്യം CT ഒക്കെ എടുത്തു. അതിൻ്റെ വിശദമായ പരിശോധനയ്ക്ക് അവർ MRI ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ MRIക്ക് മുമ്പ് ഞങ്ങൾക്കൊക്കെ വളരെ സങ്കടമായിരുന്നു ആ ഒരു കാര്യം. അപ്പോൾ ഞാൻ വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ആ മമ്മീനെ MRIക്ക് വിടുന്നത്. ആ MRIയുടെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം വീണ്ടും അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് വീണ്ടും വന്ന് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണം, അവർക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു. വീണ്ടും ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തു. അങ്ങനെ സീനിയറിലുള്ളവർ കൺഫേം ചെയ്ത് അത് അവർ ബയോപ്സിക്ക് വേണ്ടിയിട്ട് അയച്ചു. ബയോപ്സിയിൽ അത് നെഗറ്റീവാണ്, ക്യാൻസറസ് അല്ല എന്ന് തന്നെ തെളിഞ്ഞു. അങ്ങനെ മമ്മിയുടെ ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ച് ഇപ്പോൾ വളരെ ഹാപ്പിയായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നു. അതാണ് എനിക്ക് കിട്ടിയ 2ാമത്തെ അനുഭവം. 3ാമത്തെ ഒരു അനുഭവം എനിക്ക്
വർഷങ്ങളായിട്ട് എൻ്റെ പ്ലസ് ടു കാലഘട്ടത്തിലാണ് ഞാനത് കണ്ടുപിടിക്കുന്നത്. എൻ്റെ ചെവിക്ക് പുറകിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അത് ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അത് പ്രത്യേകിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ഓപ്പറേഷൻ ചെയ്താൽ മതി, ഇമ്മീഡിയറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടിരുന്നത്. അതവിടെ ഇങ്ങനെ ഒരു മുഴയായിട്ട് ഇങ്ങനെ നിന്നിരുന്നു. അപ്പം ഞാൻ ഈ പ്രാർത്ഥന ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എനിക്കൊരു തെളിവിന് വേണ്ടി ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് ഉടമ്പടിയുടെ ഒരു സാക്ഷ്യം പറയുന്നതിന് മുമ്പ് എനിക്കത് അവിടെ നിന്ന് മാറ്റിത്തരണം, അതാണ് എൻ്റെ തെളിവ്, അമ്മ ഇതിൻ്റെ അകത്ത് ഇടപെട്ടതിൻ്റെ തെളിവ് അതാണ് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ നോക്കുമ്പോൾ എനിക്ക് ആ മുഴ അവിടെ ഇല്ല, അത് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ 3 അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ചെറുതും വലുതുമായ മറ്റനേകം സാന്നിധ്യം അമ്മയുടേത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് പല പ്രാവശ്യം സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഇവിടെ മറ്റുള്ളവരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് അങ്ങനെയൊന്നും ഉണ്ടാകുന്നതല്ല, ആരെങ്കിലും അടുത്തിരിക്കുന്നവരുടെ ഒരു സെൻറ്റൊക്കെ അടിക്കുന്നതിൻ്റെ സ്മെല്ലായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അതങ്ങനെയല്ല, അത് സുഗന്ധാഭിഷേകം തന്നെയാണ്. വീട്ടിൽ വെച്ചും എനിക്ക് പല പ്രാവശ്യം ഉണ്ടായി, ഇവിടെ വെച്ചുണ്ടായി, കാറിൽ വെച്ച് ഞാൻ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എനിക്കത് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പല പ്രാവശ്യം അമ്മയുടെ സാന്നിധ്യം എനിക്ക് അതിലൂടെ ലഭിച്ചു. കൂടാതെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസ പ്രമാണം ചെല്ലുന്ന സമയത്ത് ഒരു കുളിര് പോലെ അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അത് വൈകുന്നേരത്തിലും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ഒരു ബുദ്ധിമുട്ടിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അമ്മയുടെ സാന്നിധ്യം പെട്ടെന്ന് വന്ന് നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിക്കുന്നത് പോലെ വരാറുണ്ട്. അത് എപ്പോഴും തന്നെ എനിക്ക് ഈ 1 ഇയർ കാലയളവിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2-3 സാന്നിധ്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മെഴുകുതിരിയിൽ ഹാർട്ട് കാണുന്നത്, അത് ഞാൻ ഒരു പ്രാവശ്യം സംശയത്തോടെ പറഞ്ഞപ്പോൾ അത് പിന്നെ കാണാതെ വന്നു. പിന്നെ എനിക്ക് ലാസ്റ്റ് ഈ 2 ആഴ്ച മുമ്പാണ് വീണ്ടും ആ ഹാർട്ട് കാണിച്ചത്. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള സാന്നിധ്യങ്ങൾ അമ്മയുടേത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രസൻസുകൾ കിട്ടി. ഇത്രയാണ് എനിക്ക് അമ്മയിലൂടെ ഉണ്ടായ അനുഗ്രഹങ്ങൾ. ഇതിനെല്ലാത്തിനും ഞാൻ പ്രത്യേകമായ 1000 നന്ദി അമ്മയ്ക്ക് അർപ്പിക്കുകയാണ്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ പള്ളിയിൽ ഒരു പ്രധാനമായിട്ടുള്ളൊരു സ്ഥാനമുണ്ടായിരുന്നു, അച്ഛനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു കാരുണ്യ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ ആർക്ക് ബുദ്ധിമുട്ട് വന്നാലും അവരെ സഹായിക്കാനായിട്ടൊരു അക്കൗണ്ട് ഡെവലപ്പ് ചെയ്ത് അത് എത്തിക്കാനായിട്ടൊരു ശ്രമം ചെയ്യാറുണ്ടായിരുന്നു. അവിടെ അച്ഛനുമായിട്ട് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാമത് ആരെങ്കിലും ബുദ്ധിമുട്ടൊക്കെ എടുക്കുന്നവർക്ക് അവരുടെ അടുക്കൽ ഇവിടുന്ന് കൃപാസനത്തിൻ്റെ പത്രം കൊണ്ടുപോയി അത് കൊടുത്ത് അവിടെ വെച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്ത് അവരോട് സംസാരിച്ചൊക്കെ പോകുന്ന രീതി അതും ചെയ്തുകൊണ്ടിരുന്നതാണ്. മൂന്നാമത് നമ്മുടെ സഭയുടെ തന്നെ പല മിഷൻ പ്രവർത്തനങ്ങളിലൊക്കെയുള്ള അച്ഛന്മാരൊക്കെ ആയിട്ട് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ എന്നെക്കൊണ്ടും അതുപോലെ എൻ്റെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളായിട്ടുള്ളവരിൽ നിന്നും ഞങ്ങളുടെ ഇടവകയിലുള്ള യുവജനങ്ങളിൽ നിന്നുമൊക്കെ കളക്ട് ചെയ്തുമൊക്കെ അത് ചെയ്യാറുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട്. ആത്മീയ ജീവിതത്തിൽ ഞാൻ പത്രം ചുമ്മാ അവിടെ ഇവിടെയും കൊണ്ടുപോയി കൊടുത്തിട്ട് പോകുന്നത്, ഞാൻ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്ന സമയത്ത് അങ്ങനെ ആളുകൾ കൊണ്ടുവന്ന് ചുമ്മാ ഇട്ടിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് പോയിട്ട് അത് അവിടെ തന്നെ കിടക്കുന്നത് എനിക്ക് വളരെ ദുഃഖം തോന്നി. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഞാൻ അവിടെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പെറുക്കിയെടുത്ത് മാറ്റി മറ്റുള്ളവർക്ക് കൊണ്ടേ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി ഞാൻ ചെയ്തത്, ഞാൻ കണ്ടെത്തുന്ന ആളുകളെ വിളിച്ച് അവരെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ഇവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനോ കൊന്തയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് ജപമാലയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ മേടിച്ചു കൊടുത്ത് ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ രൂപവും ഫോട്ടോയും ഒക്കെ കൊടുത്ത് കൊന്തയൊക്കെ കൊടുത്ത് അത് ഫോളോ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രവർത്തനം പത്രത്തിലൂടെ ഉള്ള പ്രേക്ഷിത പ്രവർത്തനം ഞാൻ നിർവഹിച്ചത്. അതുകൂടാതെ ബൈബിൾ ഞാൻ ദിവസേന വായിക്കും. അത് വെറുതെ ചുമ്മാ വായിച്ചു പോവല്ല, ബൈബിൾ ക്ലാസ്സുകൾ കേട്ട് യഥാർത്ഥത്തിലൊരു ഞാൻ ചിന്തിച്ചിരുന്നത് എനിക്ക് ബൈബിളൊക്കെ നന്നായിട്ട് അറിയാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ബൈബിളിലേക്ക് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു അരമണിക്കൂറല്ല 1 മണിക്കൂറൊക്കെ ബൈബിൾ വായിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ബൈബിൾ ക്ലാസ്സുകളിലൂടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയുണ്ട് മനുഷ്യന് വേണ്ടി. അത് അബ്രഹാത്തെ വിളിച്ചുകൊണ്ട് തുടങ്ങിയ ആ പദ്ധതി അത് ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണമാക്കി തന്നു. അതിനെക്കുറിച്ച് അത് വളരെ വിശാലമാണ്, നമുക്ക് വാക്കുകളിൽ പറഞ്ഞൊതുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ബൈബിള് വായിച്ചുകൊണ്ട് അത് ധ്യാനിച്ച് അതിൻ്റെ ക്ലാസ്സുകൾ കേട്ട് തന്നെ അത് ഞാൻ മനസ്സിലാക്കി അതിലൂടെ ഈ രക്ഷാകര പദ്ധതിയിലും ദൈവത്തിന് സാക്ഷിയാകാനുമുള്ള ഒരു പ്രവർത്തനം ഞാൻ ചെയ്തിരുന്നു. ദിവസവും സാധാരണ ക്രിസ്ത്യാനികളായിട്ടുള്ള ഞങ്ങളൊക്കെ സത്യക്രിസ്ത്യാനിക്കാണെന്ന് പറയുകയും വർഷത്തിൽ 1 പ്രാവശ്യം കുമ്പസാരിക്കുകയും വല്ലപ്പോഴും കുർബാനയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്നൊരു ജീവിത രീതിയായിരുന്നു എൻ്റെ ഉടമ്പടിക്ക് മുമ്പ്.
ഉടമ്പടി കഴിഞ്ഞപ്പോഴത്തേക്കും, ഉടമ്പടി ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും അത് മാറ്റം വന്നു. എല്ലാ ദിവസവും അത് എനിക്കൊരു ദിവസം ഉടമ്പടി എടുത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് രാത്രിയിൽ എൻ്റെ രാത്രിയിൽ എൻ്റെ ദേഹത്ത് വന്ന് കാലിൽ വന്ന് ശക്തമായിട്ട് അടിച്ചു ആരോ. മാതാവാണെന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കുന്നത്. കാരണം ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും കൊച്ചുങ്ങളും വൈഫും ഒക്കെ നല്ലതായിട്ട് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുറച്ച് നേരം ഇരുന്നു. ഞാൻ വീണ്ടും കിടന്നുറങ്ങി, പ്രാർത്ഥിച്ചില്ല, ഞാൻ കിടന്നുറങ്ങി. 2:30 ആയിരുന്നു സമയം. അതിന് വീണ്ടും എൻ്റെ കാലിൽ അടിച്ചു. ഞാൻ എഴുന്നേറ്റിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഉടമ്പടിയുമായിട്ട് ഞാൻ ഇതിനെ ലിങ്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കോളായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ വീണ്ടും എന്നെ ഒരു 5:30 ആയപ്പോൾ വീണ്ടും വന്ന് എൻ്റെ കാലിൽ അടിച്ചു. ഞാൻ എഴുന്നേറ്റു. അങ്ങനെയാണ് ഞാൻ 5:30 പ്രാർത്ഥന ചെല്ലാൻ ശരിക്കും തുടങ്ങിയത്. അത് കഴിഞ്ഞ് അത് ചെല്ലി ഒരു 6:15 ആകുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന രീതി ഞാൻ തുടരുന്നു. അത് എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാന ചൊല്ലി വിശുദ്ധ കുമ്പസാരം ചെയ്ത് കുർബാന സ്വീകരിക്കാറുണ്ട്. വിശുദ്ധ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോൾ തന്നെ ചെയ്യാറുമുണ്ട്. അമ്മയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി ഒരിക്കൽ കൂടി ഈ പ്രത്യക്ഷണത്തിൻ്റെ സന്നിധിയിൽ സാക്ഷ്യമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ ഉടമ്പടി ജീവിതത്തിൽ തന്നെ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആ പ്രതിസന്ധികൾ ഈ അമ്മയോടൊത്ത് പോകുമ്പോൾ നമുക്ക് ഈ പ്രതിസന്ധികൾ നമ്മളെ അറിയിക്കപ്പെടുന്നുണ്ട്, നമുക്ക് മെസ്സേജായിട്ട് കിട്ടുന്നുണ്ട്. പലപ്പോഴും ഇന്ന പ്രശ്നങ്ങൾ ഇന്ന സമയത്ത് ഉണ്ടാകും, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന കോൾ വരും, അല്ലെ ഇന്ന ആൾ വരും എന്നൊക്കെയുള്ളൊരു ഇൻറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ നമുക്ക് കിട്ടുന്നുണ്ട്. അത് മതി ജീവിതത്തിന്. വേറെ ഒന്നുമില്ലെങ്കിലും ജീവിതം ധന്യമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഈ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ഞാൻ മുൻപോട്ട് പോകും. ജീവിതാവസാനം വരെ എൻ്റെ കുടുംബവും ഞങ്ങളും സന്തുഷ്ടരാണ്, സമാധാനപൂർവ്വമായിട്ട് പോകാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിന് മുമ്പിൽ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. നീ തീരുമാനിക്കുന്ന കാര്യം സാധിച്ചു കിട്ടും. നിൻ്റെ പാതകൾ പ്രകാശിതമാകും. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 28-ാം വചനമാണ്. കൃപാസനം ഉടമ്പടി, മരിയൻ ഉടമ്പടി വിശ്വാസപരമായ ആത്മീയ തീരുമാനമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന തീരുമാനം ദൈവം അനുഗ്രഹിക്കുമെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തുന്നത്. പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ദൈവം, നമ്മെ സംരക്ഷിച്ച് നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുന്ന കൃപാസനം അമ്മ. അത് ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ഒരു കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെങ്കിൽ സ്വന്തം ഒരാൾക്ക് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ലഭിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ്. അത് ദൈവം അമ്മ പറയുന്നത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് ഈ മകനും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് മെഴുകുതിരിയിലും പല രൂപത്തിലാണ് ഈശോയും അമ്മയും ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കി കൊടുത്തത്. ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ കൂടെയുണ്ടെന്നുള്ളൊരു സാന്നിധ്യമാണ് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. എല്ലാ രോഗങ്ങളുടെ അസുഖത്തിലും പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം വചനം പറയുന്നത് ഞാൻ ഇതിനെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്നാണ്. സുഖപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളൊരു ദൈവം. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മുടെ രോഗങ്ങളെല്ലാം ഈശോയുടെ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ മകൻ സാക്ഷ്യപ്പെടുത്തിയത് പ്രതിസന്ധികളുടെ സമയങ്ങളിൽ പെരുമഴയിലാണ് ഈശോയും അമ്മയും വിളിച്ചത്. പക്ഷെങ്കിൽ ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെ ഒരു പെരുമഴയിലാണ് ദൈവത്തിന് നന്ദി പറയുന്നത്. നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഇപ്പോഴാണ്. ഉടമ്പടി എടുത്തതിൽ പിന്നെ കുമ്പസാരം റെഗുലറായിട്ട് കുമ്പസാരിക്കുകയും ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത സമാധാനവും സന്തോഷവുമാണ് ഉടമ്പടിയിൽ വന്നതിന് ശേഷം അനുഭവിക്കാൻ സാധിച്ചു എന്നാണ്. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തനം 37:5 വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വിട്ടുകൊടുക്കാം, ദൈവത്തിന് ഭരമേൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കാം. തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിൻ്റെ പാതകൾ പ്രകാശിതമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഉണർന്നത്. കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. പ്രഭാഷകൻ 33-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ പേര് ബിനില മാത്യു. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ബത്തേരി രൂപത എടക്കര വൈദിക ജില്ലയിലെ നാരോക്കാവ് സെയിൻറ്റ് പീറ്റർ ആൻഡ് സെൻറ്റ് പോൾ മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്നാണ്. ആദ്യമേ തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 21/5/2024 എൻ്റെ പദ്ധതി അനുസരിച്ച് ഞാൻ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് അക്കാഡമി തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം.
ഞാൻ വിചാരിച്ചത് ഞാനൊരു IAS ഓഫീസറൊക്കെ ആയിട്ട് ഈ നാട്ടിൽ ഇങ്ങനെ നിൽക്കുമെന്നാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മറ്റൊന്നാണ്. ആദ്യമൊക്കെ ഞാൻ എന്നും പള്ളിയിലൊക്കെ പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, ബൈബിൾ വായിക്കും, എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മെറിറ്റിലാണ്. ഞാൻ പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഞാൻ കൂട്ടത്തിൽ ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. 10ലാണെങ്കിലും +2-ലാണെങ്കിലും ഡിഗ്രിക്കാണെങ്കിലും എനിക്ക് നല്ല ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഞാൻ കാഴ്ചവെച്ച് എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അപ്പം ആ ഒരു കോൺഫിഡൻസ്, എൻ്റെ മെറിറ്റ് അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതൊക്കെ കിട്ടുള്ളൂ എന്നുള്ള ഒരു വിചാരം തന്നെയായിരുന്നു എനിക്ക്. എന്നാൽ ഇവിടെ ഈ ഒരു സന്നിധിയിൽ വന്നതിന് ശേഷം അതെനിക്ക് പൂർണ്ണമായും മാറ്റിത്തന്നു. ഞാൻ എപ്പോൾ മുതൽ എൻ്റെ മെറിറ്റിൽ നിന്ന് ആ ഒരു വിശ്വാസം ഇല്ലാതാക്കിയോ, ഞാൻ എപ്പോൾ മുതൽ മാതാവിലും ദൈവത്തിലും വിശ്വസിച്ച് തുടങ്ങിയോ, ജോസഫ് അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് എന്ന് മുതൽ ഞാൻ ഇതാക്കിയോ അന്ന് മുതൽ എൻ്റെ ഉടമ്പടി സ്പീഡപ്പായി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചിരുന്നത് സിവിൽ സർവീസ് പഠിക്കുക എന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് ഈ ഏപ്രിൽ 11-ാം തീയതി ഹൈഡ്രജൻ ടെക്നോളജി MSc ഹൈഡ്രജൻ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാദ്യമേ തന്നെ മാതാവിനും ദൈവത്തിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഈ ഒരു അഡ്മിഷൻ കിട്ടുന്നതിന് മുന്നേ എനിക്ക് ഒത്തിരിയേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഈ ഒരു സിവിൽ സർവീസ് പഠിക്കാൻ പോയപ്പം എനിക്ക് അത്യാവശ്യം നല്ല കാശ് ചിലവായി. അത് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ പള്ളിയിൽ ആകെ കൂടെ എനിക്ക് സമാധാനം പള്ളിയിൽ പോകുമ്പോഴായിരുന്നു. പള്ളിയിൽ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാരുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ തുടങ്ങി. ഇതുവരെ ഒന്നും ആയില്ലേ, നീ എന്തിനാ പിന്നെ ഇത് പഠിച്ചേ, നിനക്ക് വല്ല നേഴ്സിംഗ് വല്ലതും പഠിച്ചാൽ പോരായിരുന്നു എന്ന് എല്ലാവരും ചോദിച്ചു. അപ്പോഴും ഞാൻ ഈ ഒരു മാതാവിൽ വിശ്വസിച്ചു, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു. എന്തെങ്കിലും ദൈവം സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ദൈവം എന്നെ ഈ ഒരു അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ടായിരുന്നു. നാട്ടുകാരുടെ കുത്തുവാക്കൽ, കുടുംബത്തിലുള്ളവരുടെ കുത്തുവാക്കൽ, പള്ളിയിൽ നിന്നുള്ളവരുടെ കുത്തുവാക്കൽ, ഇതൊക്കെ നിമിത്തം എനിക്ക് പിന്നെ പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ മാതാവിനോടുള്ള വിശ്വാസം അതാണ് എന്നെ ഇന്നിവിടെ ഈ ഒരു അൾത്താരയ്ക്ക് മുന്നിൽ നിർത്തിയത്. എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് ജർമ്മനിയിൽ പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയത്. ഞാൻ ജർമ്മൻ 4 മൊഡ്യൂൾ പാസ്സായി, അതും മാതാവിൻ്റെ കൃപയിൽ. എനിക്ക് 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള ജർമ്മൻ പഠിക്കുന്നവർക്കറിയാം, ഈ എക്സാം സ്ലോട്ട് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. പക്ഷേ എന്നെ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്നും എൻ്റെ മാതാവ് അറിയിച്ചിട്ടില്ല. എല്ലാത്തിനും എനിക്ക് മാതാവ് സ്ലോട്ട് തരുന്നുണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതുന്നുണ്ട്. പക്ഷേ എനിക്ക് റീഡിങ്ങിന് മാത്രം, അതായത് ലേസിന് മാത്രം എനിക്ക് സ്കോർ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പോയിട്ട് എക്സാം എഴുതി. ബാംഗ്ലൂരിലാണ് ഞാൻ പോയിട്ട് എക്സാം എഴുതിയത്. എനിക്ക് 100-ൽ 91 മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രോസസ്സുകളെല്ലാം തുടങ്ങി. അപ്പോൾ എനിക്കറിയത്തില്ല ഏത് ഏജൻസി എടുക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പാരലായിട്ട് ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഫ്രണ്ട് വഴി ഒരു ഫ്രണ്ടിനെ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നു, ആൽബി ചേട്ടൻ വഴി ഞാൻ എൻ്റെ എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ടുള്ള എൻ്റെ പ്രോസസ്സിന് ഒരു ഡിലേയും വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും, അതായത് എൻ്റെ APS സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ബാക്കിയുള്ള അറ്റസ്റ്റേഷൻ ആണെങ്കിലും എല്ലാം ഭയങ്കര സ്പീഡപ്പായിരുന്നു. എവിടെയും എനിക്ക് ലാഗ് തന്നിട്ടില്ല. ഒരു അഡ്മിഷൻ മാതാവിനോട് ചോദിച്ച എനിക്ക് 2 അഡ്മിഷനാണ് മാതാവ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ തന്നത്. ഒരെണ്ണം കോബർഗ് യൂണിവേഴ്സിറ്റിയിലും മറ്റേത് TH റൊസൻഹൈമിലും. ഇപ്പോൾ ഞാൻ പോകുന്നത് റൊസൻഹൈമിലേക്കാണ്. അതുപോലെ ഈ വിസ പ്രോസസ്സിൻ്റെ സമയത്ത് എനിക്ക് VFSൻ്റെ ഡേറ്റ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. 1 മാസത്തോളം എനിക്കിതിന് ലാഗ് വന്നു. അപ്പോൾ എന്നോട് ഞാൻ എങ്ങനെയോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ ആഡായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു 50,000 രൂപയൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സീറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് സീറ്റ് കിട്ടിയതെങ്കിലും
നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം, ഷോ മണി കാണിക്കണം. ഒരു 11,153 യൂറോ, അതായത് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 13 ലക്ഷത്തിൻ്റെ മുകളിൽ എനിക്ക് ഷോ മണി കാണിക്കണം. അത് അവിടെ ചെന്ന് വിഡ്രോ ചെയ്യാമെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ പോലും അവിടെയെല്ലാം മാതാവ് എന്നെ ഒരു മുടക്കവും വരുത്താതെ എൻ്റെ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് ചെയ്തു തന്നു. അപ്പം അങ്ങനെ VFSൻ്റെ ഡേറ്റ് കിട്ടുന്നില്ല. അവർ 50,000 ചോദിച്ചു, പക്ഷേ എനിക്ക് കൊടുക്കാൻ അത്രയും പൈസയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. മാതാവ് എനിക്ക് വേണ്ടി മാത്രം എന്താ പറയുക, ഞാൻ സ്ലോട്ട് എടുക്കുന്നത് വരെ ജസ്റ്റ് ആ ഒരു പോർഷൻ ഓപ്പൺ ആക്കി തന്ന് എനിക്ക് മാത്രം മാതാവ് സ്ലോട്ട് തന്നു. അതിനുശേഷം ചെക്ക് ചെയ്തപ്പോൾ നോ സ്ലോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. അപ്പം മാതാവ് അവിടെയും എന്നെ അത്രയും പൈസയിൽ നിന്ന് അവിടുന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വിസ കിട്ടി, VFSന് കൊടുത്തു, വിസ കിട്ടി. വിസക്ക് വെക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുണ്ടെങ്കിൽ എൻ്റെ പാസ്പോർട്ടിൽ 7ാമത്തെ പേജിൽ, ഞാൻ സാക്ഷിയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തരുടെ പാസ്പോർട്ടിൽ 7ാമത്തെ പേജിലൊക്കെ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുണ്ടെങ്കിൽ എൻ്റെ പാസ്പോർട്ടിൽ 7ാമത്തെ പേജിൽ എനിക്ക് സ്റ്റാമ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ ഈ പാസ്പോർട്ട് വലിച്ചെറിയുന്നു എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, 10ാം ദിവസം എനിക്ക് DTDCയിൽ ബ്ലൂ ഡാർട്ടിൽ കൊറിയർ വന്നു. ഞാൻ ടെൻഷൻ അടിച്ച്, കാരണം റിജക്റ്റ് ആവോ എന്താ ഒന്നും അറിയത്തില്ല. 2022 ഞാൻ ഡിഗ്രി പാസ് ഔട്ടായതാണ്. അവിടുന്ന് 26 വരെ എനിക്കൊന്നുമില്ല, എനിക്കൊരു മെറിറ്റും ഇല്ല. ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ മെറിറ്റല്ല 0 ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം എൻ്റെ അഹങ്കാരം, ഈഗോ എല്ലാം എനിക്ക് ഒന്നുമല്ല, എൻ്റെ മെറിറ്റൊന്നും ഒന്നുമല്ല. ഇവിടെ മാതാവിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ വിസ തുറന്നു നോക്കിയപ്പോൾ മാതാവ് എനിക്ക് 7ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ചു തന്നു. അതും ഈ ഒരു 11-ാം തീയതി, എനിക്ക് മാർച്ച് 30 മുതൽ എൻ്റെ വിസ സ്റ്റാർട്ടായി. ഈ ഒരു യുദ്ധം കാരണം എനിക്ക് ടിക്കറ്റിൽ കുറച്ച് ഡിലേ വന്നതുകൊണ്ട് മാത്രം എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എങ്കിൽ പോലും ഞാൻ മാതാവിൻ്റെ ദിവസമായിട്ടുള്ള ശനിയാഴ്ച ഏപ്രിൽ 11-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അതാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് മാതാവ് എനിക്ക് വലിയൊരു ആരോഗ്യത്തിൽ വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ബ്ലീഡിങ് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചെറിയൊരു ഡ്രോപ്പ് പോലെ ആയിരിക്കും പീരീഡ്സ് ആവുന്നത്. പീരീഡ്സ് ഇറഗുലർ ആകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ 5 സെൻറ്റിമീറ്റർ അത്രയും വലുപ്പമുള്ള ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ മുതൽ പിന്നെ എനിക്ക് അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ഭാവി വരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് വേദനയൊന്നുമില്ല, അത് കാരണം നീ മെഡിസിൻ ഒന്നും എടുക്കണ്ട, തന്നെ വന്നത് തന്നെ മാറിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ തൈലം ഉപ്പൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഓവറിയിൽ എൻ്റെ ലെഫ്റ്റ് ഓവറി നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആ സ്കാൻ ചെയ്ത ഡോക്ടർ എന്നെ ചോദിച്ചു, മോളെ നീ എന്ത് മെഡിസിനാണ് എടുത്തത്, എങ്ങനെയാണ് നിൻ്റെ ഇങ്ങനെ പൂർണ്ണമായിട്ട്, എല്ലാവർക്കും കുറയുകയാണെങ്കിൽ തന്നെ ചെറിയൊരു മെഷർമെൻറ്റിലൊക്കെ വ്യത്യാസമേ വരുള്ളൂ, എങ്ങനെ നിൻ്റെ ഓവറി ഇത്രയും നോർമലായി, അത് പെർഫെക്റ്റ് ആയി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ പ്രാർത്ഥിച്ചത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. ഇതല്ലാതെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന പത്രം എല്ലാ മേഖലയിലും ഞാൻ വിതരണം ചെയ്യും. ഞാൻ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ നോക്കാതെ മേഖലകളിൽ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അച്ഛൻ എനിക്ക് കാശ് രൂപം എക്സാമിന് പോകുന്ന സമയത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഞാനിവിടുന്ന് കാശ് രൂപം മേടിച്ചു കൊണ്ടുപോയിട്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു വട്ടം ഞാനിവിടെ കൗണ്ടറിൽ നിന്ന് കാശ് രൂപം മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആൻറ്റി, ഒരു
ഡാർക്ക് ഗ്രീൻ ഡ്രസ്സ് ഇട്ട ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ നമ്മൾ രണ്ടുപേരും സെയിം ടൂറിസ്റ്റ് ബസ്സിലാണ്, മോളെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യുമോ, ഞാൻ പൈസ തരാം, എനിക്കും കുറച്ച് കാശ് രൂപ മേടിക്കാവോ എന്ന് ചോദിച്ചു. ഞാനത് കേട്ട് ഞാൻ ആൻറ്റീനെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഓർത്തു ഓക്കെ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് ബസ്സിൽ നിന്ന് കൊടുക്കാമെന്ന് ഓർത്തു. ആ ആൻറ്റി എനിക്കൊരു 50 രൂപേൻ്റെ ഒരു ബ്ലൂ കളർ നോട്ടും ഒരു 20 രൂപേൻ്റെ ആ ഗ്രീൻ കളറ് നോട്ടുമാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കാശ് രൂപ മേടിച്ചു. ഞാൻ തിരിച്ച് ബസ്സിലെത്തി കഴിഞ്ഞപ്പോൾ ആ ആൻറ്റീനെ നോക്കിയിട്ട് ആ ഒരു ഫേസ് കട്ടുള്ള ആരെയും കാണുന്നില്ല. ഞാൻ ബസ്സിൽ നിന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്തു, എൻ്റെ കയ്യിൽ ഇങ്ങനെ കാശ് രൂപ മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ തന്ന ആൻറ്റി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മാതാവിനാൽ എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണെന്ന്. അതുപോലെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂ സുഗന്ധവും അതുപോലെ മെഴുകുതിരിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ട്. കുരിശാകൃതിയിൽ മെഴുകുതിരിയിൽ വന്നിട്ടുണ്ട്. മെഴുകുതിരീൻ്റെ കളറ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനേകം മാതാവിൻ്റെ ഒരു സിമ്പിൾ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ, അനാഥാലയങ്ങളിൽ, അതുപോലെ വഴിയിലൊക്കെ വയ്യാതെയൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടി ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളാണെങ്കിലും ഒരു വട്ടം ഞാൻ കൊടുത്തപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഒരു വട്ടം മാത്രം ഉപയോഗിച്ച് എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ എടുത്തു അവർക്ക് കൊടുത്തു. എനിക്ക് ഉണ്ടായിരുന്ന ഡ്രസ്സ് ആകെ 2 എണ്ണം. എനിക്ക് വേണ്ട, കാരണം എന്നെക്കാളിലും ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര് ഉണ്ടെന്ന് എനിക്കറിയാം. അത് കാരണം അതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു. പിന്നെ അതുപോലെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറിയും റീലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കിഡ്നി പേഷ്യൻസ്, അതുപോലെ ഹാർട്ടിന് അസുഖമുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്ന് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഞാനതൊക്കെ അയച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാനത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കാറുണ്ട്. അതുപോലെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ എല്ലാം ഞാൻ കേൾക്കുന്ന സമയത്ത് ഇത് ആർക്കാണോ ഉപകാരത്തിൽ വരുന്നത് അവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ 2-3 ഞാനിങ്ങനെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ കുറേ പേര് വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. 33-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. ബിനീല എന്ന ഈ സഹോദരിയുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന മഹത്തായ വലിയ ശ്രേഷ്ഠമായ ഒരു സാക്ഷ്യമാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ മകൾ ഇവിടെ ഏറ്റുപറഞ്ഞത്. വലിയ അംബീഷനും വളരെയധികം പ്ലാനിങ്ങോടുകൂടി തൻ്റെ കരിയർ ആരംഭിച്ച ഈ മകൾ ദൈവേഷ്ടത്തിന് കീഴടങ്ങിയതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. അതിലൂടെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകവും തിരിയിലും നാളത്തിലും പരിശുദ്ധ അമ്മ മകൾക്ക് വലിയ സാമീപ്യം നൽകിയതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. തൻ്റെ അംബീഷനെ വിഷനാക്കി മാറ്റാൻ മാത്രം ഇനി ഈശോയെ സ്നേഹിക്കുക എന്നുള്ള ഒരു വലിയ ദാർശനിക ചിന്തയുമായിട്ടാണ് ഇന്ന് ഈ മകളെ അൽത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത്. തനിക്കൊരു IAS ഓഫീസറാകണം, ഞാൻ പഠിച്ചതിൽ മാത്രമേ എനിക്ക് ഊന്നി നിൽക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്നിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നെല്ലാം ഒരു വലിയ പ്ലാനോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഈ മകൾക്ക് മനസ്സിലായത് ദൈവേഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ സൗഭാഗ്യം നൽകുന്ന കാര്യമെന്ന് ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മകൾ ആഗ്രഹിച്ചതിലും വലിയ ഒരു അനുഗ്രഹം MSc ഹൈഡ്രജൻ ടെക്നോളജി എന്ന ഒരു വലിയ കോഴ്സിന് വേണ്ടി മകൾക്ക് ജർമ്മനിയിലേക്ക് ഇന്ന് അഡ്മിഷൻ പ്രാപിച്ച് മകൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നാം ആഗ്രഹിക്കുന്നതിലും കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതലാണ്, അർഹിക്കാത്തതിൽ കൂടുതലാണ് ദൈവം നമുക്ക് അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നാം ദൈവത്തിലേക്ക് അടുത്തു, അല്ലെങ്കിൽ നാം ഉടമ്പടിയിലാണ്
എന്നുള്ളതിൻ്റെ ഒരു വലിയ തീരുമാനം, ഒരു കൺവിക്ഷൻ നമുക്ക് വരുന്നത് ഒരു വെല്ലുവിളിയിലൂടെയല്ല. മകൾ പറഞ്ഞതുപോലെ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ പാസ്പോർട്ട് വലിച്ചെറിയുമെന്നെല്ലാം അതൊരു ബാലിശ്യമായ ചിന്താഗതിയാണ്. അവിടെ ദൈവേഷ്ടം നിറവേറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഒരിക്കലും അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഉടമ്പടിയിലുള്ള മക്കൾ എത്തിച്ചേരരുത്. കാരണം ഞാൻ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ അത് ഉടമ്പടിയുടെ ഒരു ശരിയായ നിർവചനം അല്ലെങ്കിൽ ഒരു നിയോഗമോ അതിൻ്റെ ഒരു പരിണിത ഫലമോ അല്ല. ഈശോയിൽ പരിശുദ്ധ അമ്മ തന്നെ ഈശോയോട് ദൈവത്തോട് പറഞ്ഞത് അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ കൃപ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആ യെസ് അമ്മ പറഞ്ഞപ്പോഴാണ് ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള സൗഭാഗ്യം. അതിലൂടെ പരിശുദ്ധ അമ്മ പാടുന്നത് തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഇന്ന് ബിനില ഒരു വലിയ ജീവിത കൺവിക്ഷനിലേക്ക്, ബോധ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ജനറസ് ആകാനുള്ള, മറ്റുള്ളവർക്ക് എല്ലാം കൊടുക്കുവാനുള്ള ഒരു വലിയ കൃപ, എപ്പോഴും ഈശോയെയും പരിശുദ്ധാമ്മയെയും സ്നേഹിക്കുവാനും വളരെ കൃത്യമായ ആധ്യാത്മിക ജീവിത രീതിയിലൂടെ മുന്നേറുവാനും ഒക്കെയുള്ള വലിയ കൃപ ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓവറിയിലുണ്ടായിരുന്ന തൻ്റെ സിസ്റ്റ് അപ്രത്യക്ഷമായ സ്കാൻ റിപ്പോർട്ട് ഈ മകൾക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ കാര്യത്തിനും ഈശോ സൗഖ്യപ്പെടുത്തുകയും ഒരു ആധ്യാത്മികത നിറഞ്ഞ ഒരു നല്ല ജീവിതം മുന്നിലേക്ക് എടുത്തു വയ്ക്കാനുള്ള കൃപയൊക്കെ ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. മകൾ പറയുകയായിരുന്നു, ഞാൻ എവിടെ ചെന്നാലും ഞാൻ ഈശോയെ പ്രഘോഷിക്കും, അതാണ് ഇനി എൻ്റെ ജീവിതം എന്ന് അവിടെ ഏറ്റുപറയുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഈശോ ഗത്സമനിയിൽ പറഞ്ഞതുപോലെ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമുക്കൊരു വലിയ തീരുമാനത്തോടെ ഈ സാക്ഷ്യത്തിന് കൺക്ലൂഷൻ നൽകാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും, അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിൽ കഷ്ടപ്പെട്ട ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവ് ഈശോയിൽ കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് അമ്പിളി, ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകള്, അതുപോലെ മകളുടെ കുഞ്ഞാണ്. മകൾക്കും മകളുടെ കുഞ്ഞിനും കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 2017 ഡിസംബറിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്നൊരു കൃപാസനം പത്രം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വരുന്നതും അമ്മയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതും. ഈ 2017 മുതൽ ഇപ്പോൾ വരെയും 8 വർഷക്കാലമായിട്ട് ഞാൻ ഉടമ്പടി മുടങ്ങാതെ പുതുക്കി വരുന്ന ആളാണ്. ഇതെൻ്റെ 6ാമത്തെ സാക്ഷ്യമാണ്. അതിനിടയ്ക്ക് കോവിഡ് സമയത്ത് ഒരു പ്രാവശ്യം ഓൺലൈനിൽ സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട്. ഞാനും എൻ്റെ ഇളയ മകളും രണ്ടാമത്തെ മകൾ 2 പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ ആളുമാണ്. ഇപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെന്ന് പറയുന്നത് അമ്മ മാതാവ് ഈശോയും തന്ന അനുഗ്രഹമാണ്. ഈ മോള് പ്രസവിക്കുമ്പോൾ അത് പ്രിമച്വർ ബേബിയായിരുന്നു. ഈ കുഞ്ഞിന് പ്രിമച്വർ ആയതുകൊണ്ട് തന്നെ ഡോക്ടർമാർ അന്നേരം എക്കോയും അതുപോലെ തന്നെ തലയുടെ ബ്രെയിൻ്റെ സ്കാനും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ചെയ്തപ്പോൾ പറഞ്ഞു തലയിലൊരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ബ്ലഡ് ക്ലോട്ട് ഉണ്ട്. ആ ബ്ലഡ് ക്ലോട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആകാതിരുന്ന് കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും ഒരു സ്കാനിങ് പിന്നീട് മാസങ്ങൾക്ക് ശേഷം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെയും ഞാനിവിടെ വന്ന് ഉടമ്പടി ഇട്ട് പ്രാർത്ഥിച്ചു. കാരണം എനിക്കത് കേട്ടപ്പോഴും അത്ര വലിയ വിഷമമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഈ 8 വർഷക്കാലമായിട്ട് ഉടമ്പടിയിലൂടെ എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. എന്ത് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അമ്മ മാതാവ് ഈശോയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഭയക്കണം അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ആകുലപ്പെടുന്നതെന്നുള്ള ഒരു ഉൾവിളിയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പല കാര്യങ്ങളും വരുമ്പോഴും എനിക്ക് അത്ര ഒരു ആകുലതയും ഒരു ഭയപ്പാടും കാണിക്കാറില്ല. അതെൻ്റെ മക്കൾ തന്നെ പറയാറുണ്ട്, അമ്മ എങ്ങനെ ടെൻഷൻ അടിക്കത്തില്ല, പക്ഷേ ഹസ്ബൻഡ് നല്ല ടെൻഷൻ അടിക്കുമെന്ന്. കാരണം അത് എൻ്റെ അമ്മ മാതാവിൽ ഈശോയിലും ഉള്ള ഒരു വിശ്വാസമാണ്. 8 വർഷക്കാലമായിട്ട് എനിക്ക് ആത്മീയമായിട്ട് കിട്ടിയ ഒരു ഉറപ്പാണ്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം പിന്നെ വീണ്ടും കുഞ്ഞിന് സ്കാൻ ചെയ്തു. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു മറ്റു സ്ഥലങ്ങളിൽ സ്പ്രെഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു. അപ്പം ഞാനിവിടെ ഒന്ന് ഉടമ്പടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിന് എല്ലാ ദിവസവും വെഞ്ചരിച്ച തൈലം നെറ്റിയിലിട്ട് കൊടുക്കും, ദേഹത്ത് പൂശും, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കുഞ്ഞിന് സ്കാൻ ചെയ്ത സമയത്ത് സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ തന്നെ ഞാൻ കുഞ്ഞിനെ
ശരിക്കും പറഞ്ഞാൽ വെഞ്ചരിച്ച തൈലത്തിലൊന്ന് കുളിപ്പിച്ചാണ് കയറ്റിയത്. കാരണം അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലയെന്ന് ഡോക്ടർ വായിൽ നിന്ന് നോർമലാണ് എന്ന് പറഞ്ഞ് കേൾക്കണം എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ വെഞ്ചരിച്ച തൈലം വിശ്വാസപ്രമാണം ചൊല്ലി കുഞ്ഞിനെ എല്ലാം പൂശിയിട്ട് സിസ്റ്റർ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ ഞാൻ പുറത്തിരുന്ന് വിശ്വാസപ്രമാണവും അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അത് സ്കാനിങ് കഴിഞ്ഞു. ഡോക്ടറെ അടുത്ത് കയറിയപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ഡോക്ടറെ അടുത്ത് ഞാൻ എൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുവാണ്. കുഞ്ഞിനെ എൻ്റെ മോള് എൻ്റെ സൈഡിൽ നിൽക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് ഇരിക്കുമ്പം തന്നെ ആ പ്രശസ്തയായ ഡോക്ടർ തന്നെയാണ്, പീഡിയാട്രീഷ്യനാണ്. ഡോക്ടറിൻ്റെ സിസ്റ്റത്തിന് തൊട്ട് താഴെയായിട്ട് ഒരു മാതാവിൻ്റെ ഒരു ചെറിയ ഒരു പ്രതിമ അവിടെ സിസ്റ്റത്തിൻ്റെ താഴെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. സാധാരണ ഡോക്ടർമാരുടെ അങ്ങനെ കാണാറില്ല, ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിന് സമാധാനം. ഇപ്പോൾ ഡോക്ടർ പറയാൻ പോകുന്ന റിസൾട്ട് മറ്റു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കുഞ്ഞിനത് സ്പ്രെഡൊന്നും ആയിട്ടില്ല, മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ്, ഇനിയിപ്പോൾ കുഞ്ഞിനൊരു സ്കാനിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആദ്യം അത്രയും നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയത് 6 മാസം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് സ്കാനിങ് പറ്റില്ല, MRI ഒക്കെ പറ്റുള്ളൂ എന്തെങ്കിലും സ്പ്രെഡ് ഉണ്ടെങ്കിലെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് നോർമലാണെന്ന് പറഞ്ഞു. കുഞ്ഞ് ആക്റ്റീവാണ്. ഇപ്പോൾ 9 മാസമായി. 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ഒരു 3 മാസം താമസിച്ചു പോയി. അതിന് അമ്മ മാതാവിനോട് ഈശോയോട് മാപ്പ് ചോദിക്കുവാണ്. ഈ ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടുന്നത് ഞങ്ങൾക്കൊരു വിഷമവും ഇല്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ ആയുസ്സും ആരോഗ്യത്തോടെ തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഇനി അടുത്ത 2ാമത്തെ നിയോഗം ഈ മോൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്കും അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ എല്ലാവർക്കും തന്നെയും ഡസ്റ്റ് അലർജി ഉണ്ട്. അതുപോലെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലും ഉണ്ട് ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തുമ്മൽ. ഞങ്ങളുടെ ഫാമിലിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ എൻ്റെ ഈ മോൾക്കും ഈ മോളുടെ താഴെയുള്ള മോൾക്കും ഇവർക്ക് എല്ലാവർക്കും ഒരു 8-10 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് തുമ്മലാണ്. തുമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തുമ്മലൊന്നുമല്ല. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ കുറേ തുമ്മലും സിട്രസനും എടുത്ത് കഴിച്ചാണ് പഠിക്കാൻ പോകേണ്ട ഒരവസ്ഥ. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയിരുന്നു ഈ ബുദ്ധിമുട്ട്. എൻ്റെത് മാറിക്കിട്ടി, എൻ്റെ 2 മക്കൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. ഒരു 10 വർഷത്തിലേറെ ആയിട്ടുള്ള ആ തുമ്മൽ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ 2 മക്കൾക്കും ഇപ്പോൾ സിട്രസൻ കഴിക്കാതെ തന്നെ, കാരണം ഈ കുട്ടികൾ 2 പേരും കേരളത്തിന് പുറത്താണ് പഠിച്ചത്. അവിടെ നിൽക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, എന്നാലും മിക്ക ദിവസവും വിളിച്ച് പറയും സിട്രസൻ കഴിച്ചിട്ട് കിടക്കുകയെന്ന്. പക്ഷേ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും സിട്രസൻ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അത് ഇപ്പോഴത്തെ ഉടമ്പടിയല്ല, കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ അതിൽ ഇളയ മോൾക്കും ഇവൾക്കും 2 പേർക്കും തുമ്മലിന് ശേഷം മാറി. അങ്ങനെ രാവിലെ എണീറ്റുള്ളൊരു തുമ്മലോ അല്ലെങ്കിൽ ഇവിടെ വന്നാൽ സിട്രസൻ കഴിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. മറ്റേ മോളുമായിട്ട് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. ഈ മോൾ ഇവിടെ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പം മോളെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ അനുഗ്രഹം തന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്മലെന്ന് വെച്ചാൽ വലിയൊരു പാടായിട്ടായിരുന്നു ഞങ്ങൾക്ക് കൊണ്ട് നടന്നത്. സിട്രസൻ കഴിച്ചിട്ട് മയങ്ങി കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒരു അനുഗ്രഹം തന്ന അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ ഈശോപ്പ ഞങ്ങൾക്ക് മേടിച്ച് തന്ന ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. ഇനി ഈ 2 സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാനിവിടെ നിന്നത്. ഈ 2 സാക്ഷ്യങ്ങൾ ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ഇനി എനിക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 35 വർഷത്തിലേറെയായിട്ട് ക്രിസ്ത്യൻ ബിലീവറാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനി ആയിട്ടില്ല. ഞാനൊരു ഹിന്ദുവാണ്. 35 വർഷത്തിലേറെയായിട്ട് ഞാൻ പഠിക്കുന്ന കാലം മുതലേ തന്നെ ഹിന്ദു വിശ്വാസത്തിലാണ്. പക്ഷേ ഈ അന്നുണ്ടായിരുന്ന വിശ്വാസത്തിലേറെയായിട്ട് വിശ്വാസമാണ്. അന്നും ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ 8 വർഷക്കാലമായിട്ട് എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഞാനിപ്പോൾ ഉടമ്പടിയിൽ വെക്കുന്ന നിയോഗങ്ങൾ. എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമുള്ള എമർജൻസി ആയിട്ടുള്ള 1-2 നിയോഗങ്ങൾ വയ്ക്കും. ബാക്കിയുള്ള നിയോഗങ്ങളൊക്കെ ദൈവസ്നേഹത്തിൽ നിറയുവാനും അമ്മ മാതാവിൻ്റെ ഈശോയുടെ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണമേ, ഇങ്ങനെയൊക്കെയുള്ള ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉടമ്പടിയിൽ വയ്ക്കുന്നത്. അല്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്കായിട്ട് ഞാനിപ്പം അധികം വയ്ക്കാറില്ല. ഇതുപോലെ തന്നെ കുഞ്ഞിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, അങ്ങനെ ഒരു എമർജൻസി ഘട്ടങ്ങളിൽ മാത്രമേ ഞാൻ വയ്ക്കാറുള്ളൂ. കാരണം ഇനി അമ്മ മാതാവ് ഈശോയും നമ്മുടെ കൂടെ പറ്റിച്ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട എന്നുള്ളൊരവസ്ഥ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു.
അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്കെല്ലാം തരും എന്നുള്ള ആ ഒരു വചനം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം തരും, പിന്നെ എന്തിനാ നമ്മൾ ആകുലപ്പെടുന്നത്, എന്തിനാ പിന്നെ നമ്മൾ ഈ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വയ്ക്കുന്നത്? ദൈവത്തിൻ്റെ ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ദൈവം തമ്പുരാൻ പറ്റിച്ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലും ജീവിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നമ്മൾ ഉടമ്പടി നിയോഗം വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തോരം നിയോഗങ്ങൾ നമുക്കുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത രീതിയിലുള്ള നിയോഗങ്ങളാണ് നമുക്ക് ഉള്ളത്. എല്ലാവർക്കും അറിയാം, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, എണ്ണിയാലൊടുങ്ങാത്ത നിയോഗങ്ങളാണ്. ഓരോന്നിനും നമ്മൾ നിയോഗമായിട്ട് വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 6 നിയോഗമല്ലേ വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് എല്ലാം ദൈവം തമ്പുരാൻ തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് മാത്രം മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ദൈവകൃപ നിറയാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ എല്ലാം തരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് ഉടമ്പടിയിൽ ജീവിതത്തിൽ തന്നെ എനിക്ക് മുന്നോട്ട് വളരണമെന്നുള്ളതാണ് എൻ്റെ ആത്മീയ വളർച്ചയെന്ന് പറയുന്നത്. ഒരുപാട് എനിക്ക് തന്നെ അറിയാം, ഒരുപാട് 35 വർഷമായിട്ട് ഞാൻ വിശ്വാസത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്ത് 8 വർഷക്കാലമായിട്ട് ഞാൻ വളർച്ച എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് അച്ഛൻ്റെ ട്യൂസ്ഡേ ഉള്ള ധ്യാനം ഞാൻ 8 വർഷക്കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ ചില ദിവസങ്ങളിൽ എനിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞാൻ എൻ്റെ സ്കൂളിലെ ടൈം ടേബിൾ പോലും അക്കാഡമിക് ഇയറിൽ ഫസ്റ്റിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും ട്യൂസ്ഡേയിൽ എനിക്ക് ഈ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ഒരു 11:30 മുതൽ എനിക്ക് 1 മണി വരെ, 1 മണി കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കാണ്, 1 മണി വരെയുള്ള പീരീഡുകൾ ഇടരുത്, ബാക്കിയുള്ളത് എങ്ങോട്ടെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടോളാം പറയാം. അങ്ങനെ പോലും ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ വർഷങ്ങളായിട്ട്. ആ സമയത്തിരുന്ന് ഞാൻ ധ്യാനം കേൾക്കും. എന്തെങ്കിലും കാരണവശാൽ എമർജൻസി ആയിട്ട് ലാബിലാണ്, അന്നേരം എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ 1 മണിക്കൂർ വെച്ചെങ്കിലും ഞാൻ ഈ ധ്യാനം കൂടി ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. 8 വർഷക്കാലമായിട്ട് ധ്യാനം കൂടുന്നുണ്ട്. അതുപോലെ അനുദിന പ്രാർത്ഥന, ഡെയിലി ബ്രെഡ് ദിവസവും ഷെയർ ചെയ്യാറുണ്ട്, ഞാൻ കേൾക്കാറുമുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആരോടൊക്കെയാണോ അമ്മ മാതാവിനെ ദൈവത്തിനെയും കുറിച്ച് ഈശോയെയും കുറിച്ച് പറയേണ്ട സിറ്റുവേഷൻസൊക്കെ വരുന്നത്, അത് തനിയെ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ മുന്നിൽ വരും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലെല്ലാം മാധവരാധ സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനെ കേട്ടിട്ട് പലരും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനും ഇവിടെ പലരെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ദൈവകൃപയിലും അമ്മ മാതാവിൻ്റെ വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെയും അവരെല്ലാം ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നവരാണ്. ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പാലിയേറ്റീവായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലിയേറ്റീവിലൂടെ ഒരുപാട് പേർക്ക്, പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും, ഏകദേശമൊക്കെ കൈയൊഴിയുന്ന ഒരവസ്ഥയിലാണ് കൂടുതലും ആൾക്കാർ അതിനകത്തുണ്ടാകുന്നത്. അങ്ങനെയുള്ള വീടുകളിൽ പോവുകയും പ്രാർത്ഥിക്കാൻ, അതായത് വെഞ്ചരിച്ച തൈലമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരുവാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രമേ ഒഴിവാക്കുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഞാൻ അമ്മ മാതാവിനെക്കുറിച്ച് പറയും, ഈശോയെക്കുറിച്ച് പറയും. ഒന്ന് മുന്നിൽ പോയെന്ന് കണ്ണീരിട്ടാൽ മതി, എല്ലാം ശരിയാവുമെന്ന് പറയും. അത്രയെങ്കിലും പറയും. പക്ഷേ തൈലവും ഉപ്പുമൊക്കെ എല്ലാവർക്കും പറ്റിയെന്നിരിക്കത്തില്ല. അതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള വളരെ റെയർ കേസുകളെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. കാരണം എല്ലാവരും അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണല്ലോ നമ്മുടെ ഈ മാതാവും ഈശോയും എന്നൊക്കെ പറയുന്നത്. അമ്മ മാതാവ് എന്ന് പറയുന്ന അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പെന്നാണ്. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും അത് സമ്മതിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഫുഡ് എത്തിക്കും. പിന്നെ മിനിമം ഒരു മാസം 2 പ്രാവശ്യമെങ്കിലും ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ, പ്രൈവറ്റിൽ പോകാറില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും. അവിടെയുള്ള നേരത്തെയൊക്കെ ഫുഡ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. പക്ഷേ രോഗികളെ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരടുത്തും ഇരുന്ന് സംസാരിക്കുവാനും അവരുടെ അടുത്ത് സംസാരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഈ അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കാര്യങ്ങൾ പറയും. പക്ഷേ അവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് പത്രം ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന അപ്പോഴത്തേക്ക് തീരും. കാരണം കൊണ്ടുപോയാൽ എനിക്ക് ഉടനെ തന്നെ അത് കൊടുത്ത് തീർക്കണമെന്നുള്ള താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറേ കാശ് രൂപം വാങ്ങിക്കൊണ്ട് പോകും. ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓരോരുത്തർക്കും ഓരോ കാശ് രൂപമൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ അവർക്ക് വേണ്ടുന്ന മരുന്ന് മേടിക്കാനോ എന്താ സഹായം വേണ്ടതെന്ന് ചോദിച്ചാൽ അതൊക്കെ ചെയ്തു കൊടുക്കും. ഞങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം മാറ്റി വെച്ചിട്ട് അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ആത്മീയ ജീവിതവും ഒക്കെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്നതും ഇനിയും എനിക്ക് ഈ ആൾക്കാരെ കയറി സാക്ഷ്യപ്പെടുത്തുവാനുള്ള കൃപ തരാനായിട്ടിരിക്കുന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം അമ്മ മാതാവിനും ഉണ്ണി ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനമാണ്. കൃപാസനം ഉടമ്പടി എന്നത് ദൈവത്തോട് വിശ്വസ്തമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ്, ഒരു പദ്ധതിയാണ്.
ദൈവത്തിൽ വസിക്കുവാനും നിലനിൽക്കാനുമുള്ള, ഈശോയോട് ചേർന്ന് ജീവിക്കുവാനും അവിടുത്തെ വചനമനുസരിച്ച് നടക്കുവാനും അവിടുത്തെ ഇഷ്ടത്തിന് അവിടുത്തെ ഹിതമനുസരിച്ച് മുൻതൂക്കം നൽകി ജീവിതം മുന്നോട്ട് നയിക്കുവാനുമുള്ള ഒരു ആത്മീയ ജീവിതയാത്രയാണ് ഉടമ്പടി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇതുതന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക എന്നാണ് അമ്പിളി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇഷ്ടമുള്ളത് ചോദിച്ചു, ഈ മകൾക്ക് കിട്ടി. ദൈവം എന്നിൽ വസിക്കുകയും ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ചോദിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സ്നേഹത്തോടെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമ്പിളിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.